തുണയാരോളോ വൻകിരിയിൽ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കയറ്റിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായി നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത് പകൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അസഹായമെന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് മഹത്വം പറയുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, വിശേഷിച്ച് പാളയം സഭയുടെ സീനിയർ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TM കോശി അവറുകൾ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ കർത്തദാസന്മാർക്കായി സ്തോത്രം. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഈ സഭയിലെ എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, വിശേഷിച്ച് ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെന്നി സാമുവൽ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും വളരെ ആദരവോടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത് പകലിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്ന ദിനരാത്രങ്ങളാണ്. കഴിഞ്ഞ പകൽക്കാലങ്ങളിലും രാത്രികാലങ്ങളിലും ഏറ്റവും സമാനമായ രീതിയിൽ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടു. ഉറപ്പുള്ളവർന്ന് സ്തോത്രം ചെയ്താട്ടെ. സമാനമായി ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അവർ തമ്മിൽ അറിയില്ല, ദൈവദാസന്മാർ തമ്മിൽ അറിയില്ല. പക്ഷേ ദൈവാത്മാവ് വളരെ വാസ്തവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവസഭയെ സ്നേഹിക്കുന്നു. ദൈവം കുടുംബങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നു. ഇന്ന് പകലും വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അനേക തവണ നമ്മുടെ നാലാഞ്ചിറ, ഈ പാളയം, മറ്റ് സഭകളിലൊക്കെ അനേക തവണ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ച, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെന്നി സാമുവൽ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം വളരെ ആദരവോടെ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്തദാസനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കും. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ പകൽവേളയിൽ ദൈവസഭ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ 4ാം ദിനത്തിൽ നിങ്ങളോട് ചേർന്ന് തിരുവചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയ്ക്ക് ശക്തമായ ആത്മീക നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ കോശി പാസ്റ്റർ, ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ജോബിൻ പാസ്റ്റർ കുടുംബം, ദൈവസഭയിലുള്ള എല്ലാ കുടുംബങ്ങളും ചേർന്ന് വന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. തുടർച്ചയായ ദിനങ്ങളിൽ നിരന്തരമായി കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. എല്ലാ വർഷങ്ങളിലുമുള്ള ഒരു ചടങ്ങായി നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരരുത്. എന്നിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരം ഈ ദിവസങ്ങളിൽ സംഭവിക്കണമെന്ന് ഹൃദയംഗമായ ദൈവമക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി ടെലിഫോൺ ചെയ്തു. സംസാരമധ്യേ ആ സഹോദരി അവരുടെ ചർച്ചിലുള്ള ഒരു സഹോദരനെ കുറിച്ച് പറയുവാനിടയായി. പറഞ്ഞു വന്നപ്പോൾ അവർ ആരാധിക്കുന്ന ദൈവസഭയിലുള്ള 2 സഹോദരന്മാർ, യൗവനക്കാരായ 2 കുഞ്ഞുങ്ങൾ, ഒരു ബിസിനസ് തുടങ്ങുവാനായിട്ട്
ആഗ്രഹിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ അവരുടെ മുൻപിലുണ്ടായിരുന്നത് കൊണ്ട് KSFന്ന് ഒരു വലിയ തുക ലോൺ എടുക്കുവാനിടയായി. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത്, അവരുടെ ചർച്ചിലുള്ള മറ്റൊരു സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ യൗവനക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു, ഞങ്ങൾക്കൊന്ന് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താ തീർച്ചയായിട്ടും ചെയ്യാം, നിങ്ങൾക്ക് ഒരു നന്മയുണ്ടാകുന്ന കാര്യമാണല്ലോ, ഞാനതിന് ചെയ്യാമെന്ന് പറഞ്ഞ് തൻ്റെ പ്രമാണമൊക്കെ കൊടുത്ത് തിരുവനന്തപുരത്തുള്ള ഒരു KSFയുടെ ബ്രാഞ്ചിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ലോൺ എടുക്കുവാനിടയായി. ആ ബിസിനസ് തുടങ്ങി. ഈ ചർച്ചിലുള്ളവരാണ്, നല്ല പരമാർത്ഥികളായ 2 സഹോദരന്മാരാണ്. പക്ഷേ ബിസിനസ്സൊക്കെ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായത്. ആ ബിസിനസ് അങ്ങ് തകർന്ന് തരിപ്പണമായിപ്പോയി. ഈ വലിയ തുക മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ചുമലിലായി. എന്നിട്ട് ഈ പ്രതിസന്ധി അതിൻ്റെ രൂക്ഷമായി വന്നപ്പോൾ ഈ സഹോദരൻ ബിസിനസ് തുടങ്ങിയ സഹോദരന്മാരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാണൻ ഒരു കേടും വരുത്തരുത്, ഇതിൻ്റെ മുഴുവൻ ഭാരവും ഞാൻ എടുത്തോളാം, നിങ്ങൾക്കൊരു കേടും വരുത്തരുത്, നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് കാണണം, അതുകൊണ്ട് നിങ്ങൾ ഈ ഭാരം ഓർത്ത് വ്യാകുലപ്പെടുകയോ ടെൻഷൻ എടുക്കുകയോ ഒന്നും ചെയ്യരുത്, ദൈവം അതിനുള്ള വഴികളൊക്കെ തുറന്നു തരുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം തൻ്റെ ജീവിതമൊക്കെ വേറൊരു ശൈലിയിലേക്ക് കൊണ്ടുപോയി. കാരണം എങ്ങനെങ്കിലും തനിക്ക് ഈ കടം വീട്ടിയിട്ട് തൻ്റെ പ്രമാണം തിരിച്ചെടുക്കണം. ആ സഹോദരി എന്നോട് പറഞ്ഞത്, റേഷൻ കടയിൽ നിന്ന് റേഷനരി വാങ്ങിച്ച് 2 ദിവസം കൂടുമ്പോൾ ഒരു കവർ തൈരുമൊക്കെ വാങ്ങിച്ച് ഉപജീവനം കഴിക്കാൻ തുടങ്ങി, കടം വീട്ടാൻ വേണ്ടി. അവസാനം ഈ വർഷം ആ 50 ലക്ഷം രൂപയുടെ കടം ഇദ്ദേഹം വീട്ടി തീർത്തു. ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഈ കടം വീട്ടിയിട്ട് പ്രമാണം വാങ്ങാനായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള വഴുതക്കാടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെയോ KSFയുടെ ബ്രാഞ്ചിൽ വന്നു. അപ്പോൾ ഈ ബ്രാഞ്ചിലുള്ള എല്ലാവർക്കും അറിയാം ഇദ്ദേഹം നിരപരാധിയാണ്, ഇദ്ദേഹം ജാമ്യം നിന്നതാണ്, ഇദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വന്നപ്പോൾ മാനേജർ അടക്കം അവിടുത്തെ സ്റ്റാഫ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വളരെ വിസ്മയമായിട്ട് തോന്നുന്നു, എന്താണ് നിങ്ങളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി തൻ്റെ ബാഗിൽ കരുതിയിരുന്ന തിരുവചനം എടുത്തിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം വായിച്ചു. തടവുകാരോട് സഹതാപം കാണിച്ചതല്ലാതെ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. അങ്ങനെ ഒരു വാക്യമുണ്ടോ? നമ്മളൊന്നും ആ വാക്യം കാണുകയില്ല. സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ഇതിൻ്റെ പിന്നിൽ നിൽക്കാനും കാരണമായത് ഈ വാക്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, KSFയിലെ മുഴുവൻ പേരും ഉണ്ട് കേട്ടോ, സ്റ്റാഫ് എല്ലാം ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ട് നടക്കുന്ന, ഞാനിപ്പോൾ വായിച്ച ഈ ദൈവവചനം അത് വല്ലപ്പോഴും ഒക്കെ എടുത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വായിക്കാനുള്ളത് മാത്രമല്ല, വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനാണ്. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. അത് സഭായോഗത്തിന് വായിച്ച് തള്ളി അല്ലെങ്കിൽ അന്നേരത്തേക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ കൂടിവരവുകൾക്ക് വരുമ്പോൾ വായിക്കാനുള്ളതല്ല, രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ആശ്വാസം പ്രാപിക്കാനുള്ളതല്ല. ഇതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പാലിക്കാൻ ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാരമുള്ള വിഷയൻ്റെ മുമ്പിൽ
അതിഭാരമായിട്ട് നിന്നപ്പോഴും സന്തോഷത്തോടെ ഞാൻ സഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ എത്ര മെസ്സേജുകൾ കേട്ടത് വല്ലതും അപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ആരായനെ. പ്രിയരെ, നല്ല മെസ്സേജ് ആയിരുന്നെന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോകാനല്ല വിളിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു എന്ന് ഒന്നുകൂടെ ആത്മപരിശോധന നടത്തുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ദൈവവചനം കൊണ്ട് നമുക്കിടയാകണം. അതിനാണ് ഞാനിത് പ്രാരംഭത്തിൽ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇതുമാത്രമല്ല, മുഴുവൻ വാക്യങ്ങളും വായിച്ച് ശോധന ചെയ്യണം. എൻ്റെ ആത്മീക നിലവാരം എങ്ങനെയുണ്ട്, ഞാൻ ഇതുമായിട്ട് എങ്ങനെയാ പൊരുത്തപ്പെട്ടു പോകുന്നത്, ഞാൻ ഈ വചനത്തോട് എത്രമാത്രം നീതി കാണിക്കുന്നു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ ഒന്ന് ആത്മപരിശോധന നടത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഇല്ല എങ്കിൽ കേവലം പ്രഹസനമായി മാറും ഇതൊക്കെ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്ര ദൈവമക്കൾക്ക്, ഈ ദൈവസഭയിൽ ഉള്ള ഇന്നൊരു പകൽ കടന്നു വന്ന എത്ര പേർക്ക് ഇന്നലെ വരെ കേട്ടതും ഇന്നു മുതൽ കേൾക്കാനിരിക്കുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ ഞാൻ കൊണ്ടുവരുമെന്ന് ജീവിതത്തിൽ ഒരു നിർണയമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ അങ്ങനെയുള്ളവർ കൈ ഉയർത്തി സ്തോത്രം പറയാനൊന്നും ഞാൻ പറയിപ്പിക്കുന്നില്ല, അത് പാപം ചെയ്യിക്കുകയായിരിക്കും. സ്തോത്രം. എന്നാൽ നിങ്ങളുടെ മനസാക്ഷിക്ക് നേരെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് നാം കേൾക്കുന്ന ദൈവവചന പ്രകാരം നമ്മെ ഒരുക്കുവാനായിട്ട് ഈ ദിവസങ്ങളിടയാകണം. അതാണ് ഉപവാസ പ്രാർത്ഥനയുടെ പിന്നിലെ ലക്ഷ്യം. നമ്മെ കർത്താവിനോട് അനുരൂപരാക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ തൻ്റെ സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തിയിട്ട് വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ പ്രമാണമൊക്കെ വാങ്ങി താൻ മടങ്ങി വരുവാനിടയായി തീർന്നു. അതിനേക്കാൾ വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു മാനസിക നില അല്പം മോശമായ ഒരാളാണ്. അത് വിവാഹം കഴിക്കുമ്പോഴേ ഉള്ളതാണ്. പക്ഷേ അപ്പം ഇതറിഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചത് ആ വീട്ടുകാർ. അവർ പറയാതെ ചെയ്തതാണ്. അപ്പം ചിലരൊക്കെ ചോദിച്ചു, അവർ കാണിച്ച തെറ്റല്ലേ, അപ്പം എന്താണ് പ്രതികരിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ ആ സഹോദരിയുടെ പേര് പറഞ്ഞിട്ട് ഈ അച്ചായൻ പറയുക, ഈ വ്യക്തിയെ ഏൽപ്പിക്കാൻ എന്നെ മാത്രമേ കർത്താവ് കണ്ടുള്ളൂ. നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ അച്ചാനായിരുന്നോ എൻ്റെ അച്ചാനെന്നും ഈ സഹോദരിയാണോ എൻ്റെ സഹോദരിയെന്നും ഒക്കെ ഇപ്പോഴും നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. അബദ്ധം പറ്റിയതാണോ? ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമുക്ക് അബദ്ധം പറ്റിയാലും കർത്താവിന് അബദ്ധം പറ്റത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിച്ചത്, ആമേൻ, പ്രിയരെ, ഞാനിത് പറയുമ്പോൾ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒട്ടും അർഹത ഉള്ള ഒരാളല്ല ഞാനത് പറയാനൊന്നും. ആമേൻ, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ജയിച്ച അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്ന ചിലരെക്കുറിച്ച് കേട്ടപ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയ സന്തോഷം പങ്കുവെച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ആത്മീക വളർച്ച അതിൻ്റെ ആ ഗ്രാഫ് എത്രമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ശോധന ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. സ്തോത്രം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും കേൾക്കുന്ന വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും എല്ലാ മേഖലയിലും ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിടയായി തീരണം. അതുകൊണ്ട് പരാതികളില്ലാതെ, കർത്താവ് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും അത് നമ്മൾ പറയും. പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പകച്ചു പോകുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായി അധികമായി അടുക്കുവാൻ ഏതെല്ലാം മേഖലകളിൽ ഒരു ചെത്തിവെടിപ്പാക്കേണ്ട മേഖലകളുണ്ടോ അതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ക്രമീകരണത്തിലേക്ക് വരുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ, അനുസരിപ്പാൻ, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിലിടയാകണം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പറയുന്നു, ചെവിയുള്ളവൻ. 7 സഭകളോടും ദൂത് പറയുമ്പോൾ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ഇത് കേൾക്കാൻ ഒരു ചെവി വേണം പ്രിയരെ. ആമേൻ.
കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ പ്രത്യേകമായൊരു കാത് വേണം. കേട്ട് വിട്ടുകളയാൻ അങ്ങനെ ആ കാതിന്റെ ആവശ്യമില്ല. എന്നാൽ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ, പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുവാൻ, സ്തോത്രം, നമുക്ക് അങ്ങനെ ഒരു ചെവി വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാരംഭത്തിൽ ഇത് പറഞ്ഞത്, ഇനിയും ബാക്കി ദിവസങ്ങൾ ധാരാളം നമ്മുടെ മുൻപിലുണ്ട്. നിരവധി കർത്താവിൻ്റെ ദാസന്മാർ പകൽ രാത്രിയിലൂടെ ശുശ്രൂഷിക്കും. കേവലം ഒരു മെസ്സേജ് കേട്ടിട്ട് പോകുന്നവരാകരുത്. ഒറ്റ വാക്യത്തിന് മുമ്പിൽ വലിയൊരു തുക താന് നഷ്ടമെന്ന് കരുതാതെ, സമ്പത്തുകളുടെ അപഹാരം പറഞ്ഞേ, സന്തോഷത്തോടെ സഹിച്ചു. സ്തോത്രം. ആ ഒരു വാക്യമാണ് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് പ്രേരിപ്പിച്ചതെങ്കിൽ, വായിച്ച് വിട്ടുകളയുന്ന ആ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഒരു സെമിനാരിയിൽ പഠിക്കുന്ന, ദീർഘവർഷങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഒത്തിരി അനുഭവങ്ങൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളൊക്കെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടും. സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർ വ്യത്യസ്ത നിലകളിൽ അവർ പ്രാപിച്ച ദൈവിക ആലോചനകൾ, കർത്താവിൽ നിന്ന് പ്രാപിച്ചത് പങ്കുവെക്കുമ്പോൾ, പാളയം PMGയിലെ ദൈവമക്കൾ ഇന്ന് പകലിൽ ഹൃദയംഗമായ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നത് എനിക്ക് ന്യായവിധിക്ക് കാരണമാകാതെ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാനും അതിൻ്റെതായ നിലയിലുള്ള ആത്മീക ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് ഈ ദിവസങ്ങളിൽ ഇടയായി തീരണമെന്ന് പ്രാരംഭമായി ഓർപ്പിക്കുന്നു. കർത്താവ്, നിങ്ങളാരും നിരാശപ്പെട്ടൊന്നും ഇരിക്കരുത്. ഞാനിത് ആദ്യമേ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കാൻ ഒരുങ്ങണം. അതിനായി നമ്മെ സമർപ്പിക്കണം. വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, ഫലമുള്ളൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ചിന്തയ്ക്ക് ആധാരമായൊരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പൊൻമുഖത്ത് നോക്കുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തെ ഓർക്കുന്നു. ഈ ദൈവസഭ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിനത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നല്ലോ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന അങ്ങയുടെ ജനത്തെ കർത്താവ് ഈ പകൽ ഇവിടെ കൂട്ടിവരുത്തിയതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തോട് സംസാരിക്കുകയും കേൾക്കുന്ന ദൈവവചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയും അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദിവസങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യണമേ. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തേണം. കർത്താവിൻ്റെ ആത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വവും അങ്ങേക്ക് നൽകുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. മതി, അത്രയും ഭാഗം മതി. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഈ കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ, പൗലോസിൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ താന് യാത്രാമധ്യത്തിൽ ആത്മനിയോഗത്തിൽ കൊരിന്ത് പട്ടണത്തിൽ എത്തിച്ചേരുന്നു. 18-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായമാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം ഈ പട്ടണത്തിൽ പൗലോസ് എത്തിച്ചേരുമ്പോൾ, അന്നത്തെ കാലത്ത് സമീപമുള്ള എല്ലാ പട്ടണങ്ങളെക്കാളും വളരെ ഭൗതിക നിലവാരത്തിൽ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനം അലങ്കരിക്കുന്ന പട്ടണമായിരുന്നു കൊരിന്ത്. എന്നാൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ഭൗതികമായ നിലവാരത്തിൽ ഈ പട്ടണം എത്രയും ഉന്നതിയിൽ നിൽക്കുന്നുവോ, അതുപോലെ തന്നെ ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ ഏറ്റവും
ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു കൊരിന്ത്. അപ്പോൾ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു പട്ടണത്തിൽ ആത്മനിയോഗത്തിൽ തുടങ്ങിയ വേലയാണ് കൊരിന്ത് സഭയുടെ തുടക്കം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് തുടങ്ങിയത്. ആമേൻ. വീടുകളിൽ 1-2 പേർ പ്രാർത്ഥിച്ച് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പരിശുദ്ധാത്മാവ് വിശാലതയിലേക്ക് കൊണ്ടുവരികയും ആമേൻ വലിയ സഭകളാക്കി മാറ്റുകയും ചെയ്തതെല്ലാം അങ്ങനെയുള്ള തുടക്കങ്ങളാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ കൊരിന്ത് സഭയും വളരെ ശക്തമായ നിലയിൽ ആ പട്ടണത്തിൽ വളർച്ച പ്രാപിപ്പാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം അത് അഡ്രസ് ചെയ്യുമ്പോൾ അവിടെ സ്വസ്തനോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അവിടുത്തെ പള്ളിയിലെ പ്രമാണിയായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് തെളിവുണ്ട്. ഈ 1-ാം അധ്യായത്തിൽ തന്നെ ക്രിസ്പോസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹവും അവിടുത്തെ പള്ളിയിലെ, നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കാൻ ശ്രമിക്കണ്ട, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുക്കാത്തത്. സ്തോത്രം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ക്രിസ്പോസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെയും അവിടെ പരിചയപ്പെടുത്തുന്നു അതേ അധ്യായത്തിൽ. ഇവർ 2 പേരും അവിടെയുള്ള പള്ളികളിലെ പ്രധാനിയായി പ്രമാണിയായി നിൽക്കുന്ന 2 വ്യക്തികളായി. കൊരിന്തിലെ പ്രവർത്തനത്തിന് ആദ്യ ഫലമായി ദൈവം പള്ളിപ്രമാണികളെ തന്നെ തൊടുവാനിടയായി. പ്രിയരെ, ആരെ തൊടണം, എവിടെ തൊടണം, എങ്ങനെ ആരംഭിക്കണമെന്ന് മനുഷ്യന്റെ ബുദ്ധിയിലല്ല തോന്നേണ്ടത്, ദൈവാത്മാവിന്റെ പ്രത്യേക പദ്ധതിയായിരിക്കും അത്. അത് ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ അടൂരിലാണ് താമസിക്കുന്നത്. എൻ്റെ ഇവിടെ ഷീബാൻ്റെ ഇവിടെ ഉണ്ട്. തൻ്റെ മകൾ ഞങ്ങളുടെ ചർച്ചിലെ അംഗമാണ്. അപ്പം ഞങ്ങളവിടെ 20 വർഷം മുമ്പ് ഒരു പ്രവർത്തനം ആരംഭിച്ചതാണ്. വീട്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഷീബാൻ്റെയുടെ മോളെ വിവാഹം കഴിച്ച് ആ വീട്ടിലാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവിടെയുള്ള ചില മനുഷ്യർ വന്നിട്ട് പറഞ്ഞു, 4 കിലോമീറ്റർ അപ്പുറത്തൊരു മലയുണ്ട് ഞങ്ങളുടെ അവിടുന്ന്, കീരിയോട്ടുമല എന്നാ ആ മലയുടെ പേര്. ഇവർ വന്നിട്ട് പറഞ്ഞു, കൊട്ടും പാട്ടും കീരിയോട്ടുമല മതി, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. ഇത് വേര് പിടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. അവരുടെ നാടൻ ഭാഷയിൽ തന്നെ അവർ പറഞ്ഞു, പെന്തക്കോസ് ഇവിടെ ക്ലച്ച് പിടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. മറുപടി പറയാൻ വ്യവസ്ഥയില്ലല്ലോ. തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല, ചിരിച്ചോണ്ട് നിന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതിനെ വിലക്കുവാൻ വന്ന ശക്തന്മാരുടെ കൺമുമ്പിലായി ആലയം നിൽക്കുന്നത്. ആമ എവിടെ പണിയണം, ആര് പണിയണം, എങ്ങനെ നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല. ദൈവം തുടങ്ങുന്ന ഒരു പ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിയെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകർന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഉറക്കെ പറഞ്ഞോണം, ഏത് വേദത്തിൽ ആഭിചാരം ചെയ്താലും മന്ത്രവാദം ചെയ്താലും നിന്നെ തൊടുവാനോ തകർക്കുവാനോ ദൈവം അനുവദിക്കാതെ വണ്ണം പ്രത്യേക സംരക്ഷണ വലയത്തിനകത്ത് സൂക്ഷിക്കും. ഒരു കുടുംബം പോലും വരാതെ ഞങ്ങൾ ഒത്തിരി ഉപവാസമായിരുന്നു. ആരും വരാനില്ല. ശുശ്രൂഷക്കാരൻ വിളിക്കാൻ പറ്റത്തില്ല, കാരണം കേൾവിക്കാരില്ല. സമീപ സഭകളിലൊക്കെയുള്ള പ്രിയപ്പെട്ടവർ അവർക്ക് കൂട്ടായ്മ ഇല്ലാത്തപ്പോൾ വന്നൊരു ഔദാര്യം കാണിച്ചാൽ അത് മാത്രമേ ഉള്ളൂ ആശ്വാസമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കുടുംബമായി 40-21 ഒക്കെ ഉപവസിച്ചു. ഈ 40 ദിവസമൊക്കെ ഉപവസിച്ചിട്ട് ഒരു കുടുംബം പോലും, ഒരു വ്യക്തി പോലും വന്നില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം അത് ഭയങ്കരമാണ്. സ്തോത്രം. എന്നാൽ ഒരു കുടുംബം പോലും വരുന്നതിന് മുൻപ്
ദൈവാത്മാവ് ഒരു രാത്രിയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനെ സത്യാരാധനയുടെ കോളനിയാക്കും. വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങ് ഒരു ട്രാക്ട് കൊടുക്കാൻ ഭവനങ്ങളിൽ ചെല്ലാൻ പറ്റത്തില്ല, വാതിലുകൾ അടയ്ക്കുമായിരുന്നു, കേൾക്കണ്ടെന്ന് പറഞ്ഞ് തള്ളിവിടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, 20 വർഷം പിന്നിട്ടപ്പോൾ, 21 വർഷമായി, 21 വർഷം പിന്നിട്ടപ്പോൾ, ആമേൻ, ഊക്ഷരഭൂമി എന്ന് പിശാച് ആവർത്തിച്ച് പറഞ്ഞ അവിടെ കർത്താവിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെട്ടു. ഈ 21 വർഷത്തിനുള്ളിൽ 63 കുടുംബങ്ങൾ പുറത്തു വന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെടുത്തി. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളുടെ വിശ്വാസത്തോടെ പറയുക, എത്ര പ്രബലമായ ശക്തികൾ നമുക്കെതിരെ എഴുന്നേറ്റ് വന്നാലും ദൈവം തുടങ്ങിയ ഒരു പ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അത് ദൈവസഭയുടെ പ്രവർത്തനം മാത്രമല്ല, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് വിരാമമിടുവാൻ, അതിനെ തകർക്കുവാൻ ഒരു ശക്തിയെ ദൈവം അനുവദിക്കയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് കാണില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് രാത്രി ഈ പകൽ ദൈവമക്കൾ വിശ്വസിക്കണം, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ഈ എത്ര ദൈവമക്കൾ ആത്മാവിൽ ഉറപ്പോടെ പറയും, ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്ത ഒരു ദൈവമാണ് എൻ്റെ ദൈവം, വാക്കുമാറ്റി പറയാത്ത ദൈവമാണ് എൻ്റെ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നിയമമെതിരായിരിക്കും, രേഖകളെതിരായിരിക്കും, പക്ഷേ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊരിന്ത് പട്ടണത്തിൽ സഭ ആരംഭിച്ചു, പ്രവർത്തനം ആരംഭിച്ചു. അതിവേഗം മനോഹരമായ ഒരു ദൈവസഭയോടെ ഉടലെടുത്തു. ഈ കൊരിന്ത് സഭയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വായിച്ചാൽ അറിയാം. ആ ലേഖനത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വിശേഷണം ഈ സഭയ്ക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. എന്നാന്നറിയോ? കൃപാവരത്തിൽ ഒന്നിനും, അർത്ഥം എല്ലാ കൃപാവരങ്ങളും ഒന്നിച്ച് സമന്വയിച്ച ഒരു സഭയായിരുന്നു ഏത്? അങ്ങനെ ഒരു സഭ ഇന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഒരു അത്ഭുതമായിരിക്കും, അല്ലേ? എല്ലാ കൃപാവരം കൂടെ ഒന്നിച്ചുള്ള ഒരു സഭ ഇന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഒരു അത്ഭുതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള എല്ലാ കൃപാവരങ്ങളും ഒന്നിച്ച് ജ്വലിക്കപ്പെട്ട ഒരനുഗ്രഹീത സഭയായിരുന്നു കൊരിന്ത് സഭ. എന്നാൽ ഈ കൃപാവരമെല്ലാം ഉള്ള സഭയ്ക്കകത്ത് അതിരൂക്ഷമായ ചില പ്രതിസന്ധികൾ ഉടലെടുത്തു. ഈ പ്രതിസന്ധികളുടെ നിവാരണത്തിന് കൊരിന്ത് സഭയെ ഉറപ്പിക്കാനായിട്ട് പൗലോസ് എഴുതിയ ലേഖനമാണ് 2 ലേഖനങ്ങൾ. ഒന്നാമത്തെ ലേഖനത്തിൽ 16 അധ്യായം, രണ്ടാമത്തെ ലേഖനത്തിൽ 13 അധ്യായം. മറ്റൊരു സഭയ്ക്കും പൗലോസ് ഇത്രയും ദീർഘമായ കത്തെഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിരുന്ന സഭയാണ് ഏത്? അപ്പൊ അതിന് മറുസൈഡോ? എല്ലാ കൃപാവരങ്ങളും ഒന്നിച്ചുള്ള ഒരു സഭയും കൂടിയായിരുന്നു. ദൈവമക്കൾ ഇത് വളരെ ഗൗരവമായിട്ട് അറിയണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കൃപാവരങ്ങളും ഉള്ള സഭയ്ക്ക് നേരെ ശത്രുവിന് ശക്തമായ പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, ദൈവം ഉപയോഗിക്കുന്ന ഒരു സഭ, ഇതിനോടൊക്കെ ആഴമായ വെല്ലുവിളി പിശാച് ഉയർത്തും. എന്നാൽ അതിനെ ആത്മാവിൽ കണ്ടു നിൽക്കുന്ന ദൈവജനത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, ബുദ്ധിമണ്ഡലത്തിൽ ജീവിച്ചാൽ നാം പരാജയപ്പെട്ടു പോകും. എന്നാൽ നാം ജീവിക്കേണ്ടത് ആത്മമണ്ഡലത്തിലായിരിക്കണം. അകക്കണ്ണ് തുറന്ന് ഹൃദയദൃഷ്ടി പ്രകാശിച്ച്
ആത്മാവിൽ ജീവിച്ചില്ലെങ്കിൽ ഒരു വ്യക്തിക്കും ജയജീവിതം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും നിനക്ക് മുട്ടുമടക്കാൻ ഒരു പാദപീഠമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മഴവെള്ളത്തെ ആശ്രയിച്ച് ചായ കുടിക്കുന്ന ഒരു രീതി നമുക്ക് അങ്ങനെ ഉള്ളെങ്കിൽ നമ്മളെപ്പോഴേ ചായ കുടിക്കാൻ പറ്റും? പറ. ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ തിലാമഴ വരെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഇടയ്ക്ക് വല്ലതും കിട്ടുന്ന വേനൽ മഴയില അല്ലേ? എന്നാൽ ഞാൻ ഇന്ന് പകൽ ചോദിക്കട്ടെ പ്രിയരെ, ഹല്ലേലൂയ, എത്ര മഴ പെയ്തില്ലെങ്കിലും, എത്ര ചൂട് കാഠിന്യമേറിയാലും വറ്റാത്ത ഒരു ഉറവ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, കോരിയാലും തീരാത്ത ഒരു ഉറവ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ആമേൻ, ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലിലിരുന്ന് കോരിയെടുക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുക. ഇന്നത്തെ മെസ്സേജ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ കൊള്ളാം, ഒരഭിപ്രായം പറഞ്ഞു പോകാനല്ല. അതിനപ്പുറത്ത് ഇവിടെ വന്ന് രാവിലെ മെസ്സേജ് കേൾക്കുന്നതിന് മുമ്പ് നീ നേരിട്ടൊരു മെസ്സേജ് പ്രാപിക്കണം. അത് പ്രാപിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇവിടുത്തെ വിപണിയിൽ എത്ര ഏറ്റക്കുറച്ചിലുണ്ടായാലും, ഇവിടുത്തെ സമ്പദ്ഘടന തകർന്നു പോയാലും, ട്രഷറി പൂട്ടിയാലും, അക്കൗണ്ട് ഫ്രീസ് ചെയ്താലും തളരാത്ത ഒരു കൂട്ടരുണ്ട്. കിളിവാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നേരിട്ട് പ്രാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ആ ഒരു ആത്മിക ലെവലിലേക്ക് നാം ഉയർന്നു വരണം. നമുക്ക് എപ്പോഴും കർത്താവിൽ നേരിട്ടൊരു ശബ്ദം കേൾക്കാൻ നമുക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം. നമുക്ക് മടക്കാത്ത ഒരു പായുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഓടിച്ചെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് ചിട്ടയായ ഒരു പ്രാർത്ഥനയുടെ, അതാ ദാനിയേലിന്റെ പ്രവചനത്തിൽ നാം കാണുന്നു, അവൻ പതിവ് പോലെ എന്ത് ചെയ്തു? കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം അവന് പ്രാർത്ഥിക്കാൻ ഒരു പതിവുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ടായിരുന്നു, ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു. സ്തോത്രം. ഇതില്ലെങ്കിൽ പിശാച് നമ്മെ തകർത്ത് കളയും. ഇത് തിരിച്ചറിഞ്ഞ് വേണം. അനേക പെന്തക്കോസ് കുടുംബങ്ങളിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ നാം കേൾക്കുന്നു. അനേക കുടുംബങ്ങളിൽ നാം ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പൈശാചിക ശക്തികൾ കെണികൾ ഒരുക്കുമ്പോൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ ഒരു പ്രഭാതം തുടങ്ങുന്നത് ആമേ കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം. സ്തോത്രം. ജാതീയ ശക്തികൾ അവരുടെ ദേവന്മാരെ ഉച്ചത്തിൽ അവരോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് തീരുമാനമുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു 4:30 മുമ്പെങ്കിലും എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സമയമൊന്നും കൃപയാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ള രാത്രികളിൽ മാത്രമേ ഈ സമയമൊക്കെ നമ്മൾ അറിയത്തുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഈ സമയങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല. ദൈവമക്കളെ, യാമകളിൽ എഴുന്നേറ്റ് പൈസയൊന്നും കയ്യിലില്ലെങ്കിലും നിന്റെ അകത്തൊരാത്മാവിൻ്റെ ബലം വേണം. സ്തോത്രം. ബാങ്കിലെ നിക്ഷേപമൊന്നും വലിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ, അതൊക്കെ വേഗത്തിൽ തീർന്നു പോകും. കോടികൾ നിക്ഷേപമിട്ട പലരും ഒന്നുമല്ലാതായിപ്പോയ ചിത്രം നമുക്കറിയാം. എന്നാൽ കർത്താവുമായി നേരിട്ടൊരു ബന്ധം പ്രാപിച്ച ദൈവവൈതലിന് ഒരു മേഖലയിലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കൃപാവരങ്ങളുള്ള ഈ സഭ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി. ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് ആദ്യം കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയം പൗലോസ് ഉപയോഗിച്ചത്. ഈ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആ അധ്യായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സഭയ്ക്കകത്ത് വലിയ വിഭാഗീയതയുണ്ടായി, ഗ്രൂപ്പുണ്ടായി. എൻ്റെ സഭയിൽ എത്ര പക്ഷമുണ്ട്? ആദ്യത്തെ പാസ്റ്റർ ആരായിരുന്നു? പൗലോസ്.
പുള്ളി പോയിട്ട് അവിടെ എന്തുണ്ട്? നിങ്ങൾ വേണ്ടുന്നില്ലല്ലോ. PMGയിലെ കാര്യമല്ല ചോദിച്ച, കൊരിന്ത് സഭയുടെ കാര്യമാണ്. പൗലോസ് പോയിട്ടും പൗലോസിന്റെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. രണ്ടാമത് വന്ന പാസ്റ്ററാണ് ആര്? അപ്പൊല്ലോസ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടമുണ്ട്. ചിലര് പുറത്തുള്ള ഒരു പാസ്റ്റർ കൂടെ ഗ്രൂപ്പ്, കേഫാവിന്റെ കൂടെ. പിന്നെ ഒരു കൂട്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവരെ ആരുമല്ല ഗ്രൂപ്പ്, ക്രിസ്തുവിന്റെ പക്ഷമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനത് വായിച്ചപ്പോൾ ഓർത്ത് പോയി, കൊരിന്ത് സഭയിൽ 4 ഉള്ളായിരുന്നു. നാളൊരു സഭയിൽ ചെന്നപ്പോൾ 6 ഉണ്ട് ഗ്രൂപ്പ്. പ്രൈസ് ദി ലോർഡ്. നിർഭാഗ്യവശാൽ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമൊന്നും തോന്നരുത്, സഹോദരിമാരാ മിക്ക എടുത്തതിൻ്റെ ലീഡേഴ്സ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനമേ, ഗ്രൂപ്പ് കളിക്കാനും നേതൃസ്ഥാനത്ത് വരാനും അല്ല ദൈവം നമ്മെ വിളിച്ചത്. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്ന് പറയാൻ, ഒരു സഭയെ തകർക്കുവാൻ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെ പോരാട്ടമല്ല, ജാതീയ വെല്ലുവിളിയല്ല, അകത്ത് ഭിന്നതയിടുന്ന വ്യാപാരമുണ്ടെങ്കിൽ അതിനെ ആത്മാവിൽ ശാസിക്കുവാനായി ദൈവമക്കൾക്ക് കഴിയണം. അതിനെ മുളയിലേ നുള്ളിക്കളയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനെ മുളയിലേ നുള്ളിയിട്ട് ആത്മാവിൽ, ആമേൻ, ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ജനത്തിന് കഴിയണം. സ്തോത്രം. പൗലോസും അപ്പൊല്ലോസും കേഫാവും നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞില്ല. നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ഒരുവനേ ഉള്ളൂ. അവനുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മയുള്ളത്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ അകത്ത് നിന്ന് പല അങ്ങനെയുള്ള ചിന്തകൾ മാറിപ്പോയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേർതിരിച്ച കൂട്ടമാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ അതാണ് വിഷയം. 2-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ ഇടയിൽ കൃപാവരം എല്ലാം ഉള്ള സഭയാണേ. പറയുക, നിങ്ങൾ പ്രാകൃതരും അധമരും ജഡികരും ശിശുക്കളുമാണ്. അപ്പൊ ഇത്രയും കൃപാവരമുള്ള ഒരു സഭയിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാകൃതരും അധമരും ജഡികരും. ക്രിസ്തുവിൽ നിങ്ങൾ ആരാ? ബാലിശ്യമായ കാര്യങ്ങൾക്ക്, നിസാര കാര്യങ്ങൾക്ക് സമാധാനം കെടുത്തി, സ്വസ്ഥത കെടുത്തി, കൂടിവരവന് വരാതിരിക്കുകയും ആരാധന മുടക്കുകയൊക്കെ ചെയ്യുന്നത് ശിശുക്കളുടെ ലെവലാണ്. 42ഉം 50ഉം കൊല്ലമൊക്കെ ശുശ്രൂഷകർ പറയുന്നു അബദ്ധമായി പോയെന്ന്. പിന്നെ വിശ്വാസിയുടെ കാര്യം പറയണോ? പ്രൈസ് ദി ലോർഡ്. അബദ്ധം പറ്റിയതാന്ന്. ഇച്ഛാഭംഗം വന്നപ്പോൾ, സ്തോത്രം, ലഭിച്ചത് കിട്ടാതിരുന്നപ്പോൾ, ആഗ്രഹിച്ചത് കിട്ടാതിരുന്നപ്പോൾ പറയുക, 42 കൊല്ലമൊക്കെ ശുശ്രൂഷിച്ചവർ പറയുക അബദ്ധം പറ്റി ഇറങ്ങിയതാന്ന്. ഇന്ന് പകൽ ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ മുഴുവൻ പേരും പിന്മാറിപ്പോയാലും നീ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസം അതാണ് സത്യമെങ്കിൽ അതിനുവേണ്ടി നീ വരെ നിൽക്കുവാൻ ഇന്ന് പകൽ നീ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. കൊച്ചമ്മയെ കണ്ടു, ഉപ്പാപ്പനെ കണ്ടു, അമ്മാച്ചനെ കണ്ടു ഇറങ്ങരുത്. കർത്താവിന്റെ വചനത്തിന്റെ ആഴം ഗ്രഹിച്ചിറങ്ങിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളെ, ഞാൻ ഇറങ്ങിയ വിശ്വാസത്തിന്റെ സത്യമാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയതെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനപ്പുറം വേറെ സത്യമായത് ഒന്നില്ല എന്നും ഇതാണ് സത്യാരാധനയെന്നും അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഇന്ന് പകൽ സന്തോഷത്തോടെ പറ, ഞങ്ങൾ അബദ്ധം പറ്റി വന്നതല്ല, എങ്ങനെയോ വന്ന് പെട്ടതല്ല, ഞങ്ങൾ സത്യമറിഞ്ഞ് ഇറങ്ങി തിരിച്ചതാണെന്ന് ബോധ്യമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇച്ഛാഭംഗം ദൈവമക്കളുടെ ജീവിതത്തിൽ വരരുത്.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുള്ളവരാ ഈർച്ചവാളിന്റെ മുമ്പിലൊന്നും മാറാതെ നിന്നത്. ഹല്ലേലൂയ. ഇന്നും ഭക്തന്മാർ കടന്നു പോകുന്ന തീവ്രമായ പരിശോധനയുടെ ഘട്ടങ്ങള് മീഡിയകളിലൊന്നും അതൊന്നും വരുന്നില്ല പ്രിയപ്പെട്ടവര്. കഠിനമായ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന അനേക അഭിഷിക്തന്മാരുണ്ട്. സ്തോത്രം. ഞങ്ങൾ ഒരിക്കൽ ബീഹാറിൽ ചെന്നപ്പോൾ 3 യൗവനക്കാർ, ചെറുപ്പക്കാരാണ്, 35 വയസ്സിൽ താഴെയുള്ളവരാണ്. ഞങ്ങളവരെ കാണാൻ ചെന്നപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അവരൊരു വീട്ടിൽ തന്നെ 3 പേര് 3 സ്ഥലത്ത് വേല ചെയ്യുന്നവരാ. പക്ഷെ ഒരു വീട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ്. ഒരാൾ മല്ലപ്പള്ളിയിലുള്ളതാണ്, ഒരാൾ തിരുവനന്തപുരത്തുള്ളതാണ്, ഒരാൾ ഒറീസക്കാരനാണ്. ഇവർ 3 പേരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവരെ ഒരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ ചെന്നിട്ട് അവരെ നിർദാക്ഷിണ്യ ക്രൂരമായി മർദ്ദിച്ചത് മാത്രമല്ല, ഈ ചെവിക്കല്ല് നേരെ അടിച്ചത് നിമിത്തം അവരുടെ ആ ചെവിക്കല്ല് പൊട്ടിപ്പോയിട്ട് ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല. 3 ഏറ്റവും പ്രായമുള്ള ആൾക്ക് 35 വയസ്സുണ്ട്, അത് താഴെയാ ബാക്കിയുള്ളവർ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ്, 3-4 വർഷം മുമ്പായി സംഭവം. പക്ഷേ ഇന്നും ആ 3 പേരും ബീഹാറിലുണ്ട്. അവര് തിരിച്ചു വന്നില്ല. അവർക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. നിർബന്ധം അവരുടെ മേൽ കിടക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, നാം ഇറങ്ങി തിരിച്ചത് എന്തിനാണെന്നുള്ള ബോധ്യം അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും നമുക്ക് പിന്മാറാൻ കഴിയത്തില്ല. എത്രയോ ഭക്തന്മാർ എണ്ണമല്ലാത്ത നിലകളിൽ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു. അവർ തിരിച്ചു വരാത്തത് അവർ പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസമാണ് ശ്രേഷ്ഠമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട്. അത് പ്രാപിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. കാലങ്ങൾ മാറും പ്രിയരെ. നാം അധിവസിക്കുന്ന കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ സമാധാനത്തിൽ ഇരിക്കുന്ന കേരളത്തില് ആമി സുവിശേഷത്തിനെതിരെ വെല്ലുവിളികൾ ഉയർന്നു വരികയാ. ഇതിന്റെ നടുവില് ആരാണ് സത്യ വിശ്വാസി എന്ന് തിരിച്ചറിയാനുള്ള ഘട്ടങ്ങൾ വരാൻ പോകുക. അവിടെ നീ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞോണം, ജീവനെങ്കിൽ ജീവൻ കൊടുത്ത് മരണം വരെ പോരാടാൻ കർത്താവ് എനിക്ക് കൃപ തരണം. ആദിമസഭയൊക്കെ കടന്നുപോയത് അങ്ങനെയാ. കഠിനമായ തീച്ചുളയുടെ നടുവിൽ അവർ കർത്താവിന് വേണ്ടി ശക്തരായി നിന്നു, വെല്ലുവിളികളെ അതിജീവിച്ചു. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഈ അധ്യായങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാൽ വായിച്ച ഭാഗത്തോട്ട് വരാൻ പറ്റത്തില്ല. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം മുൻപോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായ ഒരു ദൈവസഭ എങ്ങനെയായിരിക്കണം, അവർക്കുള്ള കൊരിന്ത് ലേഖനം മാത്രം പഠിച്ചാൽ ഒരു ദൈവസഭ എങ്ങനെ പോകണമെന്നുള്ള ചിട്ടവട്ടങ്ങൾ മുഴുവൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തെക്കുറിച്ചുണ്ട്, വിഗ്രഹാർപ്പിതത്തെക്കുറിച്ചുണ്ട്, സ്തോത്രം, സ്നാനത്തെക്കുറിച്ചുണ്ട്, തിരുമേശയെക്കുറിച്ചുണ്ട്, കൃപാവരത്തെക്കുറിച്ചുണ്ട്, സ്തോത്രം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വരെ പറഞ്ഞിട്ടാണ് 1-ാമത്തെ ലേഖനം എന്ത് ചെയ്യുന്നത് അല്ലേ? 15-ാം അധ്യായം മൊത്തം അതല്ലേ? പറ അല്ലേ? അതൊക്കെ വായിക്കാറുണ്ടോ? മരണ വീട്ടിൽ പോകുമ്പോഴല്ലേ വായിക്കേണ്ട കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് വ്യക്തിപരമായിട്ട് വായിച്ച് സന്തോഷിക്കണം. സ്തോത്രം. നമുക്കാണെങ്കിൽ ഈ മരണ വീട്ടിൽ പാടുന്ന കുറേ പാട്ടുണ്ട്, അതൊന്നും സഭായോഗത്തിന് നമ്മൾ എന്ത് ചെയ്യത്തില്ല. പ്രൈസല്ലോ. അതെവിടേ പാടുകയുള്ളൂ. ഉണ്ട് എനിക്കായൊരു മോക്ഷവീട് എന്നുള്ള പാട്ട് സഭായോഗത്തിന് പാടുന്ന എത്ര സഭകളുണ്ട്. പക്ഷേ അതൊക്കെ പാടിയാലുള്ള അകത്തെ ജീവൻ ശോഭയേറെ നാടുണ്ടെന്നുള്ളൊരു പാട്ട് ഞങ്ങൾ ഒരു ദിവസം സഭായോഗത്തിന് എഴുന്നേറ്റ് നിന്ന് പാടി കേട്ടോ. പ്രാരംഭത്തിലാണ്, ആദ്യത്തെ പാട്ട് കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചപ്പോൾ പാടിയ പാട്ടാണ്. പക്ഷേ ബാക്കിയുള്ള മുഴുവൻ സമയവും ആ ആരാധന മുന്നോട്ട് പോയി. നിർത്താൻ കഴിയാത്ത പോലെ കൂട്ടം നിലവിളിയിലേക്ക് പോയി. വാവിട്ട് ദൈവജനം നിലവിളിക്കാൻ തുടങ്ങി. ഒരു വലിയ ആത്മപകർച്ച ഇവിടെ ഉണ്ടായി. പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പാട്ടുകളൊക്കെ പോലെ അർത്ഥമുള്ള പാട്ടുകൾ വേറെ ഇല്ല. അതൊക്കെ പാടി നമ്മൾ ഭാഗ്യനാട്ടിൽ പോകുമെന്ന് നമ്മൾ പാടിയില്ലെങ്കിൽ പിന്നെ ആര് പാടും? പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ പാടാനുള്ള പ്രാഗൽഭ്യവും ഉറപ്പും ഒക്കെ പ്രാപിക്കാൻ കഴിയണം. അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് 1-ാമത്തെ ലേഖനത്തിൽ
നാം കാണുന്നുണ്ട്. രണ്ടാമത്തെ ലേഖനത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഈ പൗലോസ് നട്ട് വളർത്തി ആത്മീയ പിതാവായി ജനിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ലോക്കൽ സഭയാണ്. പക്ഷേ രണ്ടാമത്തെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസിൻ്റെ ആ അപ്പസ്തോലത്വത്തെ വരെ ഈ സഭ എന്ത് ചെയ്തു? ചോദ്യം ചെയ്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ സഭകളിൽ ആകാത്ത തലങ്ങളിലൊക്കെ പിശാച് ചിലരെ കയ്യിലെടുക്കും. സ്തോത്രം. ഇത് നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് വേണം നിൽക്കാനായിട്ട്. ദൈവമക്കൾ ജാഗരൂകരായിരിക്കണം. അതിന് ഇത് നിറച്ച ആള് വന്നിട്ട് കാര്യമില്ല. പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവജനം എഴുന്നേൽക്കണം. ദൈവജനം എഴുന്നേൽക്കണം ആത്മാവിൽ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ചർച്ചിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കല്ലിട്ടത് 2010 ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സഭയിൽ ആർക്കും പണിക്കൊന്നും പിരിവിടത്തില്ല. ഞാൻ സഭയിൽ ആരാധന കഴിയുമ്പോൾ പരസ്യമായിട്ട് പറയും, ഇന്ന വിഷയം ഉണ്ടെന്ന് പറയും. ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രം ചെയ്താൽ മതി എന്ന് പറയും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വരെ റെസിപ്റ്റ് കൊടുത്തിട്ടില്ല, ആരോടും 1 രൂപ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2010 ഫെബ്രുവരി മാസം 13-ാം തീയതി പ്രാർത്ഥിച്ച് കല്ലിടുമ്പോൾ തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാല. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് അത് ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവസഭ തയ്യാറാകണം. ഞാൻ ദൈവസഭയോട് പറഞ്ഞു, ഒരു ദിവസം ഒരാൾ പൂർണ്ണമായിട്ട് ഉപവസിക്കണം, അടുത്ത ദിവസം മറ്റൊരാൾ തുടങ്ങിയിട്ട് ഇവിടെ ബ്രേക്ക് ആകാവൂ. ദൈവസഭ അത് ഏറ്റെടുത്തു. ആമേൻ. പണി തുടങ്ങി. സ്തോത്രം. ആ 2010 ഡിസംബർ മാസം 4-ാം തീയതി ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ നടന്നു. അന്നത്തെ സമയത്ത് 15 കൊല്ലം മുമ്പ് 35 ലക്ഷം രൂപയുടെ പണിയുണ്ടായിരുന്നു. സ്തോത്രം. 1 രൂപ പോലും കടം വരാതെ 3 ലക്ഷം രൂപ ബാലൻസ് വന്ന പണിയിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ ജനം മുട്ടുമടക്കി. അപ്പം ഈ ഡിസംബർ 4-ാം തീയതി ഡെഡിക്കേഷൻ ആയിരുന്നല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ അന്ന് നിർത്താം, ഉപവാസം അന്ന് നിർത്താമെന്നായിരുന്നു. പക്ഷേ തലേന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ ഉപവാസം നിർത്തരുതെന്ന് പറഞ്ഞു, തുടരണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാനത് സഭയോട് പറഞ്ഞു, നിങ്ങൾ ഉത്സാഹത്തോടെ ആണെങ്കിൽ നമുക്കിത് മുൻപോട്ട് കൊണ്ടുപോകണം, പരിശുദ്ധാത്മാവ് നിർത്താൻ അനുവദിക്കുന്നില്ല, നമുക്കിത് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന്. കൃപയാൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 2010 ഫെബ്രുവരി മാസം 13-ാം തീയതി തുടങ്ങിയ ഉപവാസം 2025 നവംബർ 25 ഇന്ന് നിന്നിട്ടില്ല. ഇന്ന് വരെ ആ ഉപവാസം തീർന്നിട്ടില്ല. ഇന്നും ഞാനിവിടെ നിൽക്കുമ്പോൾ 1-ലധികം പേർ മുഴങ്കാലിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം ഉപവാസം കഴിയുന്ന ദിവസമാണെങ്കിലും ഒരാൾ ഉപവസിച്ചിരിക്കും. കല്യാണം ഉണ്ടെങ്കിലും ഒരാൾ ഉപവസിച്ചിരിക്കും. ചിലപ്പോൾ വിദേശത്തുള്ളവരായിരിക്കും, പക്ഷെ അവരെ അത് ഏൽപ്പിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ 15 വർഷം പിന്നിട്ടു, ഇന്നു വരെ ആ ഉപവാസം നിന്നിട്ടില്ല. ഞാൻ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പറയാം, ആമേ, മിടുക്കന്മാരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടിയത്, ധനവാന്മാരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടിയത്, വിദ്യാബഹുത്വമുള്ളവരെ അല്ല ദൈവസഭയ്ക്ക് വേണ്ടിയത്, ആത്മാവിൽ കരയുന്ന ദൈവജനത്തെയാ ദൈവസഭയ്ക്ക് വേണ്ടിയത്, പ്രാർത്ഥനയിൽ പോരാടുന്ന വീരന്മാരെയാ ദൈവസഭയ്ക്ക് ആവശ്യം. നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഒരു ദിവസം ഒരാൾ ഉപവസിക്കുകയാണെങ്കിലേ ആമേൻ, ഒരു 5-6 മാസം കഴിയുമ്പോഴേ ഒരാൾക്ക് ആ ടേണ് വരത്തുള്ളൂ. സന്തോഷമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. മക്കളുടെ കാര്യത്തിനും വീട് പണിക്കും മാത്രമല്ല, ദൈവസഭയുടെ ഇടിവ് നികത്താൻ പാളയം ദൈവസഭ ഈ PMG പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാവിൽ കരയുന്ന ഒരു കൂട്ടം എഴുന്നേറ്റ് വരണം. ആത്മാവിൽ പോരാടുന്ന ഒരു കൂട്ടം എഴുന്നേറ്റ് വരണം. അഭിഷക്തന്മാരെ നേരായ ദിശയിൽ ദൈവാത്മാവ് നടത്തുവാനും ആത്മപൂർണരായി നിൽക്കുവാനും കാഴ്ചപ്പാടിന്റെ ജീവിതം നയിപ്പാനും സഭ ആത്മീകമായി പുഷ്ടി പ്രാപിക്കുവാനും ദൈവസഭ ആത്മീകമായി ബലപ്പെടുവാനും ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആമേ, പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവജനം എഴുന്നേറ്റ് വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഉരുവിടണം. ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഒന്നുമില്ലാത്തപ്പോൾ തന്ന ഒരു വാഗ്ദത്ത വചനമാണ് അത്. ഞങ്ങൾ ഈ പ്രൈസലോട് പറയുന്ന പോലെ ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. കൈ കൊടുക്കുമ്പോഴും പറയും ദൈവത്തിന് ഒരു കാര്യവും. അങ്ങനെ നീ ഒന്ന് പറഞ്ഞു നോക്ക്. വചനം പറഞ്ഞു ജയമെടുക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ നീ ആത്മാവിൽ ഉറപ്പിക്കുകയാണ്, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണ്. അവൻ ഒരു കാര്യവും അസാധ്യമല്ല, അവന് സകലവും സാധ്യമാണ്.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ കൊരിന്ത് സഭ ആ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ 1.5 വർഷം നിരന്തരമായിട്ട് താമസിച്ച് പ്രവർത്തിച്ച സ്ഥലം കൂടിയാണ് കൊരിന്ത്. ഇതിൽ കൂടുതൽ സമയം മറ്റൊരു സ്ഥലത്ത് മാത്രമേ പൗലോസ് താമസിച്ചിട്ടുള്ളൂ. എഫെസസിലാണ് 3 വർഷം താമസിച്ചു. അത് കഴിഞ്ഞാൽ പൗലോസ് ഏറ്റവും കൂടുതൽ സമയം താമസിച്ച സ്ഥലം ഏതാ? കൊരിന്ത. അപ്പൊ അത്രമാത്രം ആത്മാവിൽ ഇവരെ അടിസ്ഥാനമിട്ട് കൊണ്ടുവന്ന ഒരു സഭയ്ക്കകത്ത് അതിരൂക്ഷമായ പ്രതിസന്ധി. ഈ പൗലോസിനേക്കാൾ അതിശക്തനായ വാഗ്മിയും പ്രസംഗകനുമായിരുന്ന അപ്പല്ലേസ് ശക്തനായ അഭിഷക്തനായിരുന്നു. അപ്പൊ ഈ 2 ദൈവദാസന്മാരാൽ നയിക്കപ്പെട്ട അനുഗ്രഹീത സഭയ്ക്കകത്ത് ആമേ പൈശാചിക ശക്തികൾ നൂണ് കയറിയെങ്കിൽ പാളയം PMG ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഇതിനകത്തൊരു കൈപ്പുള്ള വേര് മുളച്ചു വരരുത്. ദൈവഹിതമില്ലാത്ത ഒരെണ്ണം കയറി വരരുത്. തിരുഹിതമില്ലാത്ത ഒന്നും സഭയിൽ സംഭവിക്കരുത്. ദൈവം അനുവദിക്കാത്തതൊന്നും നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായി ദൈവമക്കൾ തയ്യാറാകണം. വഴിയിൽ പതിയിരിക്കുന്ന വെല്ലുവിളികൾ ധാരാളമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നാഗർകോവിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഒരു സ്ട്രീറ്റിൽ കൂടി പോകുമ്പോൾ ആ പാസ്റ്റർ മകനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു സ്ട്രീറ്റിൽ 2 സൈഡിലും ആമേൻ ഒരു 4 നില കെട്ടിടങ്ങൾ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഓർത്തോപെഡിക് ക്ലിനിക്കുകളാണ്. അപ്പം ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ഇത്രയും ഓർത്തോപെഡിക് ക്ലിനിക്കുകൾ ഈ ഒരു ടൗണിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്തൊക്കെ ആളുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ സഹോദരൻ എന്നോട് പറഞ്ഞു ഇതെല്ലാം ഫുള്ളാന്ന് പറഞ്ഞു. എന്താ കാര്യമെന്നറിയാം? ആ സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, അവിടുത്തെ കോവിലുകളിൽ നിരന്തര ഹോമങ്ങൾ നടക്കുക, ആക്സിഡൻറ്റ് നടക്കാൻ, ആശുപത്രിക്ക് ആളെ കിട്ടാൻ. പ്രിയരെ, ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കാം, നീ ഇന്നെ പതിയിരിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു ലോകത്താണ് നീ ജീവിക്കുന്നത്. വഴിയിൽ തകർത്ത് കളയാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആമേ നിന്റെ ആമേ തലയിലെ മുടികൾ വരെ നിർണയമായി എണ്ണിയിരിക്കുന്നത് കൊണ്ട് ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാതെ നിന്റെ കുടുംബത്തെ നിനക്കുള്ളതിനെ വേർതിരിച്ചു നിർത്തിയ ദൈവകൃപയ്ക്ക് ഈ പകൽ നീ സ്തോത്രം ചെയ്ത് പറയണം. നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ടല്ല, നിന്റെ കായിക ശേഷി കൊണ്ടല്ല, നിന്റെ മിടുക്കൊണ്ടല്ല, ദൈവത്തിന്റെ ദയയാണ്. എത്ര വലിയ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നു. സ്തോത്രം. ഞങ്ങളെന്നും പ്രാർത്ഥിക്കും, ദൈവഹിതമില്ലാത്തൊരു മരണം. ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവഹിതമില്ലാത്തൊരു മരണം ദൈവസഭയിൽ സംഭവിക്കരുത്. എല്ലാവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവഹിതമില്ലാത്തൊരു മരണം ദൈവസഭയിൽ സംഭവിക്കരുത്. കഴിഞ്ഞ വർഷം നവംബർ മാസം 22-ാം തീയതി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ മകനെ മകനും ഒരു മകളെയും യാത്രയാക്കാനായിട്ട് കൊണ്ടുപോയി. മകൾ ന്യൂസിലൻഡിന് പോയി, മകൻ അയർലൻഡിന് പോയി. മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം, 11ാമത്തെ ദിവസമായി യാത്ര. ആ പെൺകുട്ടി, ആ മകൻ കെട്ടിയ പെൺകുട്ടി ഈ പിറ്റേ ദിവസം UK പോകണം. ആ കുട്ടിയുണ്ട്, ഇവരുടെ പേരൻസ് ഉണ്ട്, ന്യൂസിലൻഡിൽ വേറൊരു മകളുണ്ട്, അതിൻ്റെ ഒരു കുഞ്ഞുണ്ട് 5 വയസ്സുള്ള. ഇവർ 4 പേരും കൂടെ യാത്ര തിരിച്ചു. അവിടുന്ന് അവരെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അവരുടെ ഒരു കസിനും കൂടെ ഉണ്ടായിരുന്നു. അത് തിരുവല്ലായിൽ ഇറങ്ങി പന്തളം ജംഗ്ഷൻ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് കുളനട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് വെളുപ്പിനെ 4 മണിക്ക് ആ അച്ചായനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം കണ്ടു മയങ്ങിപ്പോയി. തമിഴ്നാട്ടിൽ നിന്ന് വലിയ ലോഡുമായിട്ട് വന്ന ഒരു ലോറിയുടെ ഫ്രണ്ടിലേക്ക് ഇടിച്ചു. ഇടിച്ചിട്ട് ഈ വണ്ടി അങ്ങേ സൈഡിൽ നിന്ന് തിരിഞ്ഞ് കറങ്ങി വന്ന് ഇങ്ങേ സൈഡിലൊരു വലിയ മതിൽക്കെട്ടിൽ വന്ന് ഇടിച്ച് തരിപ്പണമായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ ലോറിയുടെ അത്രയും വലിയ ലോഡുമായിട്ട് വന്ന ആ ലോറിയുടെ ടാങ്കർ പൊട്ടിപ്പോയി. അത്ര ശക്തമായ ഇടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആ കുഞ്ഞുൾപ്പെടെ 4 പേർക്കും ഒരു കേടും വന്നില്ല. വണ്ടി ടോട്ടൽ ലോസിന് കൊടുത്തു. ആ അമ്മാമ്മയുടെ കാല് 2 എടുത്തൊടിഞ്ഞു, കൈയുടെ ബോൾ നഷ്ടപ്പെട്ടു, സർജറി ചെയ്യേണ്ടി വന്നു. ബാക്കി ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ നെറ്റിക്കൊരു മുറിവുണ്ടായി, പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ബാക്കി ആ ചായനും ആ കൊച്ചു കുഞ്ഞിനും ഒന്നും പറ്റിയില്ല. സ്തോത്രം. പ്രിയരെ, ആ വണ്ടി അപ്പോൾ തന്നെ അതിലേക്കൂടെ ഒരു ആംബുലൻസ് വന്നവരെ, അതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലായിരുന്നു. അവരെ കൊണ്ടുപോയി. അമ്മാമ്മ 1 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു.
ഇപ്പോൾ 1 വർഷം പിന്നിട്ട്, ഈ നവംബർ 22-ന് 1 വർഷം പിന്നിട്ടു. കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ചു. പ്രിയരെ, ലാഘവത്തോടൊരു ക്രിസ്ത്യ ജീവിതം നയിക്കരുത്. വില കൊടുത്ത് നിൽക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. നിനക്ക് ചുറ്റും ഒരു മതിലുണ്ടെന്ന്, അത് തീമതിലാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഒരന്ധകാര ശക്തിക്കും തൊടാൻ കഴിയാത്ത വലയത്തിനകത്താണ് നീ എന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു വാക്യം കൂടി വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ടറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗര ഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ പ്രിയരെ, നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുക. ഈ ജയോത്സവം എന്ന് പറഞ്ഞാൽ എന്നാ? ജയത്തിന്റെ ഉത്സവം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിനപ്പുറം ഒരു പാരമ്യത ഇല്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, വല്ലപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുമെന്നാണോ? അല്ല, എപ്പോഴും. നമ്മളെ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെ എല്ലാവരും വല്ലപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? പറ. ജയോത്സവമായിട്ട്. ചിലരുടെ ജയോത്സവം എപ്പോഴാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില സഭായോഗത്തിന് വന്നാൽ അനങ്ങത്തേയില്ല, ഭയങ്കര മൗനമാണ്. ചില ദിവസം വന്നാൽ നിർത്താതെ ആരാധനയാണ്. എന്താ കാര്യം എന്നറിയാമോ? ആ ആരാധന നല്ല ശക്തമാകുന്ന ദിവസം അന്ന് വിപണി ഉയർന്നതാണ്. രാവിലെ പത്രം നോക്കിയിട്ട് വന്നതാണ്. സെൻസെക്സ് എന്ത് ചെയ്തു? പറ. ഈ മൗനമായിരുന്ന എപ്പോഴാണെന്നറിയാമോ? വിപണി ഇടിഞ്ഞതാ. ചിലതിനെ കണ്ടാൽ അറിയാം വിപണിക്ക് എങ്ങനെ മാറ്റം ഉണ്ടെന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, വിപണി ഉയർന്നാലും വിപണി ഇടിഞ്ഞാലും നിനക്കത് വിഷയമല്ല. ആമേ. ഇന്ന് പകൽ നീ ആത്മാവിൽ ധൈര്യത്തോടെ പറയണം, ആമേ, അതിമഹത്തായ ഒരു വലിയ പ്രതിഫലത്തിനായി ദൈവം എന്നെ വിളിച്ചതാന്നുള്ള ഉറപ്പ് പ്രാപിച്ച ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് പറയുക, ഞങ്ങളെ എപ്പോഴും എന്താ? ജയോത്സവമായി നടത്തുക. നീ കൂടെ ശ്രദ്ധിക്കണേ. ഈ കൊരിന്ത്യ ലേഖനത്തിൽ മറ്റൊരു ഭാഗത്തൊരു വാക്യമുണ്ട്, എടുക്കണ്ട, ഞാൻ പറയാം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അധികം പ്രാണഭയത്തിലായി, അധികം അധ്വാനിച്ചു, അധികം ഉറക്കളച്ചു. എന്നിട്ട് പറയുന്നു, 1 കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ടു, 3 പ്രാവശ്യം കോലിനാൽ അടിക്കപ്പെട്ടു, ഒരു രാവും പകലും വെള്ളത്തിൽ കഴിച്ചുകൂട്ടി, ഒരിക്കൽ കല്ലേറുകൊണ്ടു, കാട്ടിലെ ആപത്ത്, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാ, പട്ടിണി, പൈതാകം, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഭവങ്ങളിലൂടെ ഞാൻ പോയി. ഇങ്ങോട്ട് നോക്കേ, നിങ്ങൾ ആ വാക്യം നോക്കിയിരിക്കുക. ഇങ്ങോട്ട് നോക്ക്. ഇത്രയും കാര്യം പറഞ്ഞിട്ട് പറയാം, ഈ അസാധാരണ സംഭവങ്ങളിലൂടെ ഞാൻ എന്ത് ചെയ്തു? ഞങ്ങൾ പോയി. എന്നിട്ട് പിന്നെന്താ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തിയെന്ന്? അതെന്താ പറഞ്ഞേ? നിങ്ങൾ പറ. 1 കുറേ 40 അടി കൊണ്ടപ്പം ജയമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഹല്ലേലൂയ. വൃക്ഷത്തിന്റെ ചേർത്ത് കെട്ടിയിട്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണിലോ വല്ലതും കെട്ടിയിട്ടിട്ട്, ഇരുമ്പ് ദണ്ടുകൾ അഗ്രത്ത് ഘടിപ്പിച്ച ചാട്ടവാറ് വച്ച് നിർദാക്ഷിണ്യം 39 അടി അടിക്കുമ്പോൾ, ഈ 39 അടിയിൽ ആള് മരിച്ചു പോയാലും അടിക്കുന്ന ആൾക്ക് ശിക്ഷ വരത്തില്ല. 40 കൂടിയ ശിക്ഷ വരും. അതുകൊണ്ടാണ് 39 നിർത്തുന്നത്. അങ്ങനെ 5 പ്രാവശ്യം തെരുവിൽ കിടന്ന് അടി കൊണ്ടിട്ട് ഇവന്റെ ജയത്തിനെന്താ കുറവ് വരാഞ്ഞത്? ഇന്ന് പകൽ ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ആടി കൊള്ളുമ്പോൾ കുറയുന്ന ജയമല്ല ഇത്, അതിനകത്തും ജയിച്ചു നിൽക്കുന്ന മാർഗമായത്.
പക്ഷെ ഇന്നത്തെ ന്യൂജൻ ഇതുപോലൊരു പരാജയം പൗലോസിനെ പോലൊരു പരാജയം വേറെ ഇല്ലെന്നേ എന്ത് ചെയ്യത്തുള്ളൂ. ആമേ, ക്രൂശ് ഒഴിവാക്കിയായിരുന്നെങ്കിൽ കർത്താവ് ജയാളിയാന്നാ പറയുന്നത്. അങ്ങനത്തെ മിടുക്കന്മാരായി. ഇപ്പം ക്രൂശ് അങ്ങ് മാറിയായിരുന്നെങ്കിൽ എന്തുവാ പറ. പക്ഷെ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ചിട്ട് അവിടെ എന്താ നടന്നത്? ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. പ്രിയരെ, ക്രൂശ് പരാജയമല്ല, ജയത്തിന്റെ ഉത്സവമാണത്. നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത, പ്രതിസന്ധി, അത് ശാപമല്ല, കർത്താവിന്റെ ക്രൂശിനോട് നിന്നെ അനുരൂപയാക്കുക. ജീവിക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രശ്നം ഒഴിഞ്ഞ സമയമൊന്നും. ചിലർ പറയും ഞാനും നീയും കൂടെ ഇറങ്ങി, എനിക്കൊരു കുഴപ്പവും. അതാ നിന്റെ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. കുഴപ്പമില്ലാത്തതാ നിന്റെ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. അനേക കഷ്ടങ്ങളിലൂടെ എന്ത് ചെയ്യത്തുള്ളൂ? പറ, ദൈവരാജ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പത്രോസ് പറഞ്ഞു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. പക്ഷേ ഇന്നത്തെ മിടുക്കന്മാർ പറയുന്നത് എന്താണെന്നറിയോ? ക്രൂസിൽ എൻ്റെ യേശു അതെല്ലാം സഹിച്ചതുകൊണ്ട് ഞാനിനി ആരാ? എനിക്കിനിയും കഷ്ടമൊന്നും. അപ്പം പത്രോസ് ഈ ക്രൂശീകരണം നടക്കുന്നതിന് മുമ്പാണോ ഇത് എഴുതിയത്? അത് അറിയത്തില്ലേ? അല്ലല്ലോ, ക്രൂശീകരണം കഴിഞ്ഞിട്ടല്ലേ എഴുതിയത്. അങ്ങനെ പിന്നെ എന്തിനാ പത്രോസ് ഇത് എഴുതിയത്? ഇതാ മാർഗം. തെറ്റിദ്ധരിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. അനേക പരിശോധനയ്ക്കകത്തൂടെ നീ അങ്ങ് ചെല്ലത്തുള്ളൂ. നിന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക കർത്താവ്. ഇതിനകത്ത് നീ ക്ഷീണിച്ചു പോകരുത്. ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാ, എനിക്കറിയാം. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ അതിപ്രതിസന്ധിയിൽ കൂടി പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. അവരാണ് ഏറ്റവും തേജസ്സോടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചാൽ അതിനകത്തൊരു ചൈതന്യമുണ്ട്, അവർ പാടിയാൽ അതിനകത്തൊരു ബലമുണ്ട്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ശോധനക്കകത്തൂടെ കയറ്റിവിടുന്നത് ഇസ്രായേലിന്റെ പരിപാലകൻ. അവൻ മയങ്ങുന്നവനല്ല, അവൻ ഉറങ്ങുന്നവനല്ല, അവൻ നിന്നെ കൃത്യമായി അറിയാം. അപ്പോൾ പൗലോസ് പറയാ, ഞങ്ങളെ എപ്പോഴും എങ്ങനെ നടത്തുന്നേ? ജയോത്സവമായി. പറഞ്ഞേ, ജയോത്സവമായി. അപ്പൊ ഇത്രയും പ്രതിസന്ധിക്കകത്തൂടെ പോയി ഇത്രേ ഉള്ളോ? ഞാനിപ്പം കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ അത്രയും പ്രതിസന്ധി ഉള്ളായിരുന്നു പൗലോസിന്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ഓരോ താളും ഒന്ന് മറിച്ച് നോക്കാം. ഓരോ പാരഗ്രാഫിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പം 28 അധ്യായം അവസാനിക്കുമ്പോഴും തൻ്റെ മിഷണറി യാത്രകൾ മുഴുവനും പ്രതിസന്ധിക്കകത്തൂടെ തന്നെയാണ് ഭക്തൻ പോയത്, അല്ലേ? ഇനി സ്വാഭാവിക മരണം കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. നമ്മളാന്നേ അങ്ങോട്ട് പറഞ്ഞേനെ, കർത്താവേ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാന്ന് നിനക്ക്. നമ്മൾ പറയുമ്പോഴാണ് കർത്താവ് അറിയുന്ന പോലും. ഞാൻ ഇടയ്ക്കൊക്കെ ഓർപ്പിക്കുന്ന നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, പരാതികളൊന്നുമില്ലായിരുന്നു. ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ തൻ്റെ ഭക്തന് ദൈവം കൃപ കൊടുത്തു. സ്തോത്രം. നമ്മൾ ഈ 9-ാം അധ്യായത്തെ വായിച്ചല്ലോ. സ്തോത്രം. അവിടെ വായിച്ചത് ഈ 9-ാം അധ്യായത്തിലാണ് പൗലോസിന്റെ മാനസാന്തരം, അല്ലയോ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലല്ലയോ? അല്ലേ? ആണ്. അപ്പൊ ഈ മാനസാന്തരപ്പെട്ട് പൗലോസ് കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ആരംഭ സമയത്ത് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായി. അതാണ് ആ അധ്യായത്തിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത്. പൗലോസ് എന്താ പ്രതിസന്ധി ഉണ്ടാകാൻ കാര്യം? നമ്മളെ പോലൊക്കെ നടക്കുവാണെങ്കിൽ, എന്നെ പോലൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവത്തില്ല. ഉള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയും പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടായത്. നമുക്ക് നല്ല പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഇതുവരെ ഒരു പോരാട്ടവും ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യത്തിനൊക്കെ നമുക്ക് നമ്മളെ കഴിഞ്ഞൊരു പരിജ്ഞാനം വേറെ ആർക്കും ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പറയരുതാത്ത സ്ഥലത്തൊക്കെ ചെന്നിട്ടേ നമ്മൾ സത്യം വിളിച്ച് പറഞ്ഞാൽ അടി കിട്ടത്തില്ലയോ? കിട്ടുമോ? ഇല്ലയോ? കിട്ടും. അതറിയാം. ആ പരിജ്ഞാനം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല,
യേശുക്രിസ്തുവാണ് ഇവർ കാത്തിരിക്കുന്ന മശിഹ എന്ന് കൃത്യമായി ഉറപ്പിച്ചു പറഞ്ഞു. തന്നിമിത്തം ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായി. ഇവിടെ വായിച്ചത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗര ഗോപുരങ്ങളിൽ കാവൽ വെച്ചു. ശ്രദ്ധിച്ചേ, പൗലോസിനെ കൊല്ലുവാൻ, സത്യം പറഞ്ഞതുകൊണ്ട് പൗലോസിനെ കൊല്ലുവാനായിട്ട് നഗര ഗോപുര വാതുക്കൽ എന്ത് ചെയ്തു? കാവൽ വെച്ചു. സ്തോത്രം. വായിച്ചേ മാമേ. കാവൽ വെച്ച്. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. ഇവിടെ ശ്രദ്ധിക്കണേ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്യം മറക്കരുത്. എപ്പോഴും ജയോത്സവമായി നടത്തി. ഈ പൗലോസിന്റെ ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് തന്നെ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പൗലോസിനെ അവന്റെ ശിഷ്യന്മാരെങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് അവിടെ പറഞ്ഞേ. കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. തിരുവചനത്തില് ഒരു ഭാഗത്ത് മാത്രമേ ഒരു തെളിവ് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ചരിത്ര രേഖകളിൽ പറയുന്നത് പൗലോസ് അസാധാരണമായ ധനത്തിൻ്റെ ഉടമയായിരുന്നു എന്ന്. കപ്പലുകളൊക്കെ ഉള്ള വീട്ടിലെ ആയിരുന്നു, വലിയ സമ്പന്നനായിരുന്നെന്ന്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു ഭാഗമുണ്ട്. രാജാക്കന്മാർ ഫെസ്തോസ് ഒരിക്കൽ പൗലോസിനെ വിളിച്ചു വരുത്തിയത്, അവൻ്റെ പ്രസംഗം കേൾക്കാൻ വിളിച്ചു വരുത്തിയ ദ്രവ്യം കിട്ടുമെന്നുള്ള ആഗ്രഹത്തിനായിരുന്നു. വായിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പം രാജാക്കന്മാർ പോലും ദ്രവ്യം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ആർക്ക് പണം ഉണ്ടായിരുന്നു? പൗലോസിന് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഇന്നത്തെ നിലയിലെ സ്തോത്രം വിപണിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ വണ്ടി വാങ്ങിക്കാനൊക്കെയുള്ള പ്രാപ്തി ആർക്കുണ്ട്? പൗലോസിനുണ്ട്. പിള്ളേരോടൊക്കെ ചോദിച്ചാൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഏത് വണ്ടിക്ക് എത്രയും വിലയെന്നൊന്നും എനിക്കറിയില്ല. പ്രൈസലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, കോടികൾ വിലയുള്ള ആഡംബര കാറുകളുണ്ട്. സ്തോത്രം. അപ്പം അതുപോലുള്ള ഇഷ്ടം പോലെ എണ്ണമറ്റ നിലയിൽ വാങ്ങിക്കാനുള്ള പ്രാപ്തി ആർക്കുണ്ട്? പൗലോസിനുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവകൃപയെ വന്നപ്പോൾ കിട്ടിയ വാഹനം ഏതാ? ഇപ്പൊ വായിച്ച എന്തുവായിരുന്നു? പറ. ഇപ്പൊ കിട്ടിയ വണ്ടി ഏതാ? ഇത് ജയമാണോ? നമുക്കിത് പരാജയത്തിന്റെ പടുകുഴിയാ. നമ്മൾ കേട്ടതെല്ലാം എന്തോന്നറിയാം, സൈക്കിളേ വാ കാറെ വിടാമെന്നാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമായത്. ഹല്ലേലൂയ. കർണരസമാകുമാറുള്ള കാര്യങ്ങൾ കേട്ടാലേ ജനം സന്തോഷിക്കത്തുള്ളൂ. അതുകൊണ്ട് ശുശ്രൂഷകർക്കും അറിയാം, ഇവരെ ഇളക്കണമെങ്കിൽ എന്തു പറയണം? ഭൗതികം പറഞ്ഞേ പറ്റൂ. സ്തോത്രം. അല്ലെങ്കിൽ ഇവരെ അനങ്ങത്തില്ല. അവിടെ ഒരു സപ്പോർട്ട് ആമെ കിട്ടണമെങ്കിൽ എന്തു വേണം? ഭൗതിക കാര്യങ്ങളെ കൂടെ എന്ത് ചെയ്യണം? പറ. തൊട്ട് സംസാരിക്കണം. അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറയാമെങ്കിൽ നമ്മൾ നാളൊരു പാസ്റ്റർ പറഞ്ഞ് കിട്ടിയില്ലേലും വേണ്ടില്ല, കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. നീറിപ്പുകഞ്ഞല്ലേ വന്നിരിക്കുന്നേ. സ്തോത്രം. ആരോട് പറയും, ആരാശ്വസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കലങ്ങി മറിഞ്ഞു വന്നിരിക്കുന്ന ഉടനെ ആമേ ഇങ്ങനെ കൊട്ടയും മട്ടിയും പറഞ്ഞ് ആരാ സന്തോഷിക്കുന്നു? ഈസലോ. തലമുറയെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് വിടുമെന്നും സ്തോത്രം അങ്ങനെയൊക്കെ പറയാമെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? പറ. ന്യൂസിലൻഡിൽ കൊടുത്തിട്ട് എത്ര നാളുകൊണ്ട് നോക്കിയിരിക്കാന്നറിയാം. അവിടെ ഇപ്പം ബ്ലോക്ക് ചെയ്തേക്കുക. അപ്പോൾ അതിനൊരു വഴി തുറക്കുമെന്നൊക്കെ കേട്ടാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നടന്നില്ലേലും നമുക്കൊരു ആശ്വാസം ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഞാൻ പറയാം, നിനക്കെന്താവശ്യമെന്ന് നിന്റെ ദൈവത്തിനറിയാം. എവിടെ വിടണമെന്ന് ദൈവത്തിനറിയാം. തെറ്റുപറ്റാത്ത ദൈവം സമയത്തത് ചെയ്യും. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാ മതി. നീ ദൈവത്തോട് ഒരു രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കണ്ട. നിന്റെ തലമുറയെ ആക്കണ്ടടുത്ത് ദൈവമാക്കും. അതിനു ആമയും പറയാനുള്ള ദൈവകൃപ നാം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത്രയും ധനമുള്ള ഒരു മനുഷ്യൻ ഇപ്പം യാത്ര എന്തോതിലാ? മതിൽ വഴിയായിട്ട് എന്ത് ചെയ്യാ? ഗതികേട് നോക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പൗലോസിന്റെ ഇത് ഗതികേടാണോ? ആണോ? ഈ പൗലോസിനെ കെട്ടി ഇറക്കാൻ വേണ്ടി അന്നേരം മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് വന്ന കൊട്ടയാണോ?
അല്ല, വേസ്റ്റ് കോരിയിട്ടിട്ടിരുന്ന സന്ദർഭവശാൽ എന്ത് ചെയ്താ രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. അപ്പോൾ പിന്നെ ഇതിനകത്ത് കയറിയേ പറ്റത്തുള്ളൂ. പക്ഷെ പൗലോസിനൊരു ഇച്ഛാഭംഗമൊന്നുമില്ല, പൗലോസിന് നിരാശയോ ഭാരമൊന്നുമില്ല. ഇതിനകത്ത് കയറുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പൗലോസിന്. സ്തോത്രം. പൗലോസ് ഇതിനകത്ത് കയറി ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതാ വാഹനമെന്ന് എതിലേ പോകണമെന്നും ഒക്കെ ദൈവാത്മാവാണ് പറയുന്നത്. അങ്ങനെ ദൈവശബ്ദം കേൾക്കുന്ന ഒരാൾക്ക് ഇതിനകത്തൊന്നും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മളാണ് ഈ കോട്ടയിലോട്ട് കയറാൻ നേരത്ത് പറയും, സ്തോത്രം, എനിക്ക് എന്താ പറയും, നമ്മൾ പറയും എനിക്ക് കോട്ടയിൽ കയറുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലെ കൊച്ചമ്മയൊന്നും എന്ത് ചെയ്യരുത്, കാണരുത്, നാത്തൂനും പ്രിയപ്പെട്ടവരും ഒന്നും എന്ത് ചെയ്യരുത്, കാണരുത്, അല്ലാതെ ഏത് കോട്ട വേണേലും ഞാൻ എന്ത് ചെയ്തോളാം. ഞാൻ പറയാം പ്രിയപ്പെട്ടവർ, ഈ മനോഭാവം ആണെങ്കിൽ നിന്നെ ഇതിനകത്തൂടെ തന്നെ കയറ്റിവിടും. പ്രൈസ്തലോ, 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 പ്രൈസ്തലോ. നിനക്കേത് വാഹനം ഒരുക്കണമെന്നുള്ളത് ആര് തീരുമാനിക്കും? പറ. ആമേ. അങ്ങനെയൊക്കെ ഒരു മെച്ചുവേർഡ് ആണോ? ആകണം. അതിനാ ഈ കഠിന പരിശ്രമമൊക്കെ ചെയ്യുന്നേ. അതിനാ ദൈവസഭ ഈ ഒരു തൊഴിലും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മളെല്ലാം വന്നത്. കർത്താവിൻ്റെ ദാസന്മാരിവിടെ ഇരിക്കുന്ന ഒത്തിരി പൈസയൊക്കെ ചിലവാക്കാൻ ഉണ്ടായിട്ടങ്ങ് ചെയ്യുവാണോ? അല്ല, എങ്ങനെങ്കിലും ദൈവസഭ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ഓർമ്മ കൊണ്ടാ. സ്തോത്രം, പ്രൈസലോ. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ഒരുക്കുന്ന വഴി എന്തായാലും അതിനകത്ത് നിന്റെ മുഖം എന്ത് ചെയ്യരുത്, വാടിപ്പോകരുത്. ഉറച്ചു നിന്നാൽ കർത്താവ് വീര്യം പ്രവർത്തിക്കും. പ്രൈസലോ. എന്താ ഈ പൗലോസിന് വിഷമം വരാഞ്ഞെന്നറിയോ? റോമാലേഖനം 8-ാം അധ്യായത്തിലുണ്ട്, എടുക്കണ്ട കേട്ടോ, സമയമില്ലാത്തതുണ്ട് കേട്ടോ. പ്രൈസലോ. 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സോർത്താൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? പൗലോസിന് അറിയാം ഇതിൻ്റെ നീളം 4 വിരൽ നീളമാ. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ നൊടിനേരമാ, വേഗം തീർന്നു പോകുന്നതാ. നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ആയുസ് വേഗം തീർന്നു പോകുന്നതാണെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. യുഗമുള്ള കർത്താവിന്റെ കൂടെയുള്ള വാസം ആത്മാവിൽ കാണുന്ന ദൈവമൈതൽ സന്തോഷത്തോടെ പറ, ലോകമേ നീ എന്റെ പിറകിലാണ്, യേശുവാണ് എന്റെ മുമ്പിൽ. നമ്മുടെ മുഖം ക്ഷീണിക്കരുത്, സന്തോഷത്തോടെ പറയണം. പ്രൈസ്തലോ. കരയിക്കുന്ന വിഷയങ്ങളൊക്കെ വരും, പക്ഷെ നീ അവിടെ പറഞ്ഞോണം, പ്രൈസ്തലോ, പക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ കരയത്തില്ല, എനിക്ക് കരയാൻ ഒരിടമുണ്ട്, അതെന്റെ പ്രിയന്റെ പാദപീഠമാണ്. അവിടെ കരഞ്ഞാൽ നീ എല്ലായിടത്തും കരയേണ്ടി വരത്തില്ല. ആമേ. പോകേണ്ട വഴിയിൽ കൂടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വരും. വിലയേറിയ വാഹനമല്ല, ആമേ, ലോകത്തിന്റെ കയ്യടിയല്ല, സ്റ്റേറ്റുകളിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കുള്ള യാത്ര മാത്രമല്ല. ഇതിനകത്ത് പ്രതിസന്ധിയുണ്ട്, പോരാട്ടമുണ്ട്. പക്ഷെ നീ ധൈര്യത്തോടെ പറയണം, ആമേ, ഇതിനകത്തും എന്റെ പരിപാലകൻ മയങ്ങാത്തവനാ. വേഗം തീർന്നു പോകുന്നതാ. ആമേ. ഞാൻ പറന്നു പോകും. കർത്താവിൻ്റെ കൂടെ യുഗായുഗമുള്ള വാസത്തിന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്താണെന്ന് ബോധ്യമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. എൻ്റെ ഒരു സ്നേഹിതൻ, കുന്നംകുളക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്പിന്ന. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരാളാണ്. അപ്പം ഒരു ദിവസം അദ്ദേഹം ഇപ്പോൾ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഒരു ദിവസം ഈ ക്രിസ്പിൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ നേപ്പാളിൽ കർത്താവിൻ്റെ വേലയ്ക്കായി പോകുമ്പോൾ യാത്രാമധ്യത്തിൽ ബീഹാറിൻ്റെ നോർത്തേൺ ഭാഗത്ത് ദർഭംഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സ്ഥലത്ത് വരെ പോകണമായിരുന്നു. അതുകൊണ്ട് അവിടെ സുവിശേഷ വേല ചെയ്യുന്ന ജോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. എനിക്ക് ടോയ്ലറ്റ് ആവശ്യമായിരുന്നു. ഞാൻ ജോണിനോട് ചോദിച്ചു, ടോയ്ലറ്റ് എവിടെയാണ്? ജോൺ പറഞ്ഞു,
അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ക്രിസ്പിൻ ആ ടോയ്ലറ്റിൻ്റെ അടുത്ത് പോയിട്ട് തനിക്ക് ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം അത് ഇന്നത്തെ നിലയിലുള്ള ഒരു ടോയ്ലറ്റ് അല്ല. പട്ടണത്തിൽ താമസിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഗ്രാമങ്ങളിലൊക്കെ പണ്ട് കാലത്ത് ഈ ആധുനിക ഉണ്ടാക്കുന്ന ടോയ്ലറ്റുകൾക്ക് അപ്പുറത്ത് വീടുകളിലൊക്കെ ഉപയോഗിച്ച ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലുള്ള ഒരു സംവിധാനമാണ് ജോൺ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്. ക്രിസ്പിൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കതിൽ പോകാൻ പറ്റിയില്ല, അത്യാവശ്യമായിരുന്നിട്ട് പോലും ഞാനത് ഉപയോഗിച്ചില്ല, ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു. ഇനി ജോൺ ആരാന്നറിയണ്ടേ? 30 വർഷമായി ജോൺ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുക. 26 വയസ്സുള്ളപ്പോൾ വന്നതാണ്. എവിടുന്നാണ് വന്നതെന്ന് കേൾക്കണം. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന്. വെള്ളക്കാരനാ, മലയാളിയല്ല. കഴിഞ്ഞ 30 വർഷമായി ജോൺ ഈ ദർബംഗയിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. 26 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പം കണ്ടാൽ താൻ വെള്ളക്കാരനല്ല, തനി ബീഹാറിയായി മാറി. കറുത്ത് മെലിഞ്ഞ് തനി ബീഹാറിയായി. വിവാഹം കഴിക്കാൻ മറന്നുപോയി. ഫ്ലോറിഡയിൽ ജനിച്ചു പറഞ്ഞ വെള്ളക്കാരൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മലയാളിയായ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം. ഇത് സഹിച്ചു നിൽക്കുന്നതിൻ്റെ പേരാ നിത്യതയുടെ വെളിപ്പാടകത്ത് കയറിയെന്നുള്ള. കടമെടുത്ത് പറയുക കേട്ടോ, ഇത് പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. കേരളത്തിലെ സുഖമൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടത് പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. കേട്ടത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 വർഷം മുമ്പ് ജോണിൻ്റെ വിസ ഇന്ത്യ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. കാരണം വിദേശിക്ക് ഇവിടെ അങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്താനുള്ള നിയമമില്ല. ഇത്രയും നാളും ഇവിടെ നിന്നത് എങ്ങനെയൊക്കെയോ നിന്ന് പോയതാണ്. പക്ഷേ തന്നെ നാട് കടത്തി വിടുന്നു. താൻ ഇന്നും തിരിച്ച് ഫ്ലോറിഡയിലേക്ക് പോകാതെ നേപ്പാളിൽ വിസ സംഘടിപ്പിച്ച് അവിടെ നിൽക്കുകയാണ്. നേപ്പാളിൻ്റെ ബോർഡറിലായിരുന്നു താൻ വേല ചെയ്തുകൊണ്ടിരുന്നത്. നേപ്പാളിലും ബീഹാറിൻ്റെ ആ ബോർഡറിലുമായിട്ട് ഇന്നും കർത്താവിൻ്റെ വേല ചെയ്യുക. പോകാത്തത് എന്താണെന്നറിയാമോ? തൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, താൻ കണ്ട നിത്യതയുടെ കനം, താൻ അനുഭവിക്കുന്ന ജയത്തിൻ്റെ ഉത്സവം. നമ്മളെവിടെയാ പ്രിയരെ? മലയാളികളായ സഹോദരിമാരെ 1-2 പേരോട് ഇദ്ദേഹത്തിന് വേണ്ടി വിവാഹം ആലോചിച്ചു. അവിടെയുള്ള ദേവദാസന്മാർ. ആ സഹോദരിമാർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അത്രയ്ക്കും അങ്ങ് രൂപം കെട്ടുപോയി. പ്രിയരെ, ഇത് ജയമാണോ? കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപനായി തീർന്നവനെ സേവിക്കുവാൻ ഇറങ്ങിയതാ നാം. തടിച്ചു കൊഴുക്കാനുള്ള മാർഗമല്ലിത്. സുഖം വർദ്ധിപ്പിക്കാനുള്ള മാർഗമല്ലിത്. വീടോട് വീട് കൂട്ടാനുള്ള മാർഗമല്ലിത്. വയലോട് വയൽ കൂട്ടാനുള്ള മാർഗവുമല്ലിത്. ഇതൊന്നും ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ന്യായമായത് കർത്താവ് തരും. അത് സ്തോത്രത്തോടെ അനുഭവിച്ചോണം. ഇറങ്ങിത്തിരിച്ച് ആരെയും ദൈവം അനാഥരായിട്ട് വിട്ടിട്ടില്ല. സ്തോത്രം. ജീവിത സന്ധാരണത്തിന് സമയാസമയങ്ങളിൽ ദൈവം അതിൻ്റെ വഴികളിലൂടെ നടത്തും. പക്ഷേ പ്രിയരെ, സ്തോത്രം, ആമേൻ, ഭൗതികത്തിൻ്റെ മുമ്പിൽ കണ്ണു മഞ്ഞളിച്ചവരായി തീരരുത്. അവർക്കൊക്കെ എല്ലാം ഉണ്ടല്ലോ, എനിക്കില്ലെന്ന് പറഞ്ഞ് നീ പരാതി പറയരുത്. അവർക്കില്ലാത്തതൊന്നും നിൻ്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. സംതൃപ്തിയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലഭിച്ചതിനൊക്കെ നന്ദി പറഞ്ഞാൽ ഈ ആയുസ് മുഴുവൻ പറഞ്ഞാൽ തീരുമോ? ഇനി കർത്താവ് ഒന്നും തന്നില്ലെങ്കിലും തന്നതിന് സ്തോത്രം ചെയ്താൽ ഈ ആയുസ് മുഴുവൻ പാടിയാൽ തീരുമോ? അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.
പ്രിയരെ, ഉത്തരഭാരതത്തിൻ്റെ അനേക ഗ്രാമങ്ങളിൽ, കുമ്പനാട്ടും തിരുവല്ലയിലും പുനലൂരും പറന്തലും ഒന്നും വരാത്ത ജയാളികൾ മറഞ്ഞിരിപ്പുണ്ട്. എന്നാ ഇവർ പുറത്തു വരുന്നതെന്നറിയാമോ? കാര്യം തീർക്കുന്ന അന്ന്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ നാളെ പ്രൈസ് ദി ലോർഡ് കുമ്പനാട്ട് IPCയുടെ കൺവെൻഷൻ നടക്കുമ്പോഴേ 2:30 യോഗത്തിന് ഒരു മിഷണറിക്ക് സമയം കൊടുത്തു. ഒരു മിഷണറി എന്നൊക്കെ പറഞ്ഞ പോലെ ശക്തനായൊരു ദൈവദാസന. അപ്പോൾ ഈ 2:30 എത്ര പേര് കാണുമെന്ന് നിങ്ങൾക്കറിയാം അവിടെ ചെന്നാൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ കാശ്മീരിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ഒരമ്മച്ചി പറഞ്ഞു, ഉച്ചയ്ക്ക് പോയിട്ട് പിന്നെ വൈകിട്ടൂടെ വരാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇരുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് കാശ്മീരിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സൈസൊക്കെ ഇരിക്കുന്ന സമയത്തെ ഈ കാശ്മീരിൻ്റെ കാര്യം പറയാനൊക്കെ സമയം കൊടുക്കത്തുള്ളൂ. വൈകിട്ട് 7 മണിക്കൊക്കെ പെയ്ഡ് സീറ്റാണ്. പ്രിയരേ, ഹല്ലേലൂയ. കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ജയിച്ച വീരന്മാർ നമ്മുടെ മുമ്പിലുണ്ട്, ശക്തന്മാർ നമ്മുടെ മുമ്പിലുണ്ട്, ബലശാലികൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. പ്രിയരെ, ആത്മാവിൻ്റെ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ മുന്നേറാൻ നമുക്കിടയാകട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. വൈകിട്ട് ഞാനിതിൻ്റെ ബാക്കി ഭാഗം പറയുന്നതായിരിക്കും. സ്തോത്രം. എന്താണ് ജയം? യഥാർത്ഥ ജയം എന്താണ്? യഥാർത്ഥ ജയാളി ആരാണ്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധിയുടെ മുമ്പിൽ, പോരാട്ടത്തിൻ്റെ നടുവിൽ ആമേൻ ലോകം മുഴുവൻ ആമേൻ ഒറ്റപ്പെടുത്തിയപ്പോഴും ക്രൂശിൻ്റെ നിന്ന മതിയെന്ന് പറഞ്ഞ് കർത്താവിനെ സ്നേഹിക്കാൻ ഇറങ്ങിയ വിശുദ്ധന്മാരുടെ ഗണം ആമേൻ ധാരാളമുണ്ട് പ്രിയരെ. അവരൊക്കെ ആമേൻ നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുക. പക്ഷെ ഒരു ദിവസം അവർ എഴുന്നേറ്റ് വരും. പ്രതിഫലം വീതിക്കുന്ന നാളിൽ, കാര്യം തീർക്കുന്ന ദിവസം അവരെഴുന്നേറ്റ് വരുമ്പോൾ, സ്തോത്രം, നക്ഷത്രങ്ങൾ പോലെ ഈ ലോകെ ശോഭിച്ചവർ ചിലരെ കാണുന്നില്ലേ? ഞാൻ ഈ ലോകെ ശുദ്ധർ കൂട്ടത്തിൽ നിന്ന് പാട്ടുകാരൻ പാടി. ഇവിടെ തിളങ്ങിയ പലരും അവിടെ കാണത്തില്ല. പ്രിയരെ, ഒരു വിദേശയാത്ര നടത്തിയില്ലെങ്കിലും, ഒരു ക്രൂസൈഡിനും കൺവെൻഷനും പ്രസംഗിച്ചില്ലെങ്കിലും, ഒരു സഭയിൽ നിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ലെങ്കിലും, പേർ വിളിക്കുന്ന നേരം നിന്റെ പേര് കാണുന്നു. ലോകം തരുന്ന ജയമല്ലിത്, ലോകം തരുന്ന കസേരയല്ലിത്. അതിനപ്പുറത്തൊരു ജയമുണ്ട് പ്രിയരെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ വിജയകരമായൊരു ക്രിസ്തുജീവിതം നയിച്ച് ആത്മാവിൽ മുന്നേറാൻ നമുക്കിന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഒരു ജയാളിയായിട്ട് നിൽക്കാൻ സാഹചര്യങ്ങൾ മാറും, വാഹനങ്ങൾ മാറും. പൗലോസിൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റി. അടിയും നിന്നയും കഷ്ടവും വേദനയും തടവും ആമേൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടിയതും കല്ലേറ് കൊണ്ടതും, സ്തോത്രം, ഉറക്കളച്ചതും പട്ടിണി കിടന്നതും എല്ലാമാണ് പറയുന്നത്. പക്ഷേ പൗലോസ് റോമാലേഖനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മരണത്തിനോ ജീവനോ ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വയതിലെ ഒരു ജയാളിക്ക് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. ലോകത്ത് ഒരു സൃഷ്ടിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ട് സന്തോഷത്തോടെ പറ, ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. വിജയകരമായ ഒരു ക്രിസ്തു ജീവിതം നയിപ്പാൻ, ജയകരമായ ഒരു ക്രിസ്തു ജീവിതം നയിക്കാൻ, ഫലമുള്ള ഒരു ക്രിസ്തു ജീവിതം നയിപ്പാൻ, ജയോത്സവമായി നിൽക്കാൻ, എപ്പോഴും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഹല്ലേലൂയ ജയാളിയായി നിൽക്കാൻ, വീരനെ പോലെ ഓട്ടമോടി അവസാനിക്കാൻ ഈ പകൽ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. തോറ്റവരുടെ കൂട്ടമല്ലിത്, ജയാളികളുടെ കൂട്ടമാണ്.
വീരന്മാരുടെ കൂട്ടമാണ്. അതിനാ നമ്മെ വിളിച്ചിറക്കിയത്. കുടുംബക്കല്ലറയും കുടുംബ യോഗങ്ങളുടെ പേരും ഒക്കെ വെട്ടി കുടുംബക്കല്ലറയെന്നൊക്കെ പുറത്താക്കി, പള്ളി രജിസ്ട്രി എന്നൊക്കെ പുറത്താക്കി നമ്മെ കർത്താവ് വേർതിരിച്ചെടുത്തത് എന്തിനാന്ന് ഇന്ന് മകൻ നമ്മുടെ അകത്തൊരു ബോധ്യമുണ്ടാകണം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. കർത്താവ് വരാറായി. ജയാളികളെ ചേർക്കാൻ യേശു വരാറായി. വരവിൽ ഒരുങ്ങി നിൽക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമ്മെ തുടർന്ന് സംസാരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാണ് ജയാളി? സ്തോത്രം. ഇന്ന് പകൽ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടു. അനുഭവത്തിലൂടെ, അനേക പ്രിയപ്പെട്ടവരുടെ അനുഭവത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെട്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് എനിക്കൊരു ജയാളിയാകണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങയുടെ വരവിൽ എനിക്കൊന്ന് കാണപ്പെടണം. അങ്ങനെ കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം അധരം ചലിപ്പിച്ച് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ എനിക്ക് ആ കർത്താവിൻ്റെ വരവിൽ എനിക്ക് കാണപ്പെടണം. എനിക്ക് ഈ ലോകത്തിൽ ഒന്ന് തിളങ്ങിയില്ലെങ്കിലും എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് തിളങ്ങണം. എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ അല്ലൊരു തിളങ്ങുന്നതിന് ഒരു മുത്താക്കി എന്നെ ഒന്ന് തീർക്കണമേ എന്ന് എത്ര പേർ ഇന്ന് പകൽ കൊതിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? എനിക്കൊരു ജയാളിയായി തീരണം. എൻ്റെ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ ഒരു ജയാളിയുടെ ക്രിസ്തീയ ജീവിതമാകണം. ഒരു തോറ്റ ജീവിതമല്ല എനിക്ക് വേണ്ടത്. ഞാൻ ഓടുന്ന ഓട്ടം അല്ല, എന്നെ കാത്തിരിക്കുന്ന ആ ബിരുദ പ്രാപിക്കാൻ ദൈവമേ എന്നെ ഒരുക്കണമേ. ഹൃദയം നുറുങ്ങി ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാമോ? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ, അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അധികം പ്രാവർത്തികമാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പകൽ കർത്താവിന്റെ ദാസനെ ദൈവശക്തിയോടെ ദൈവാത്മാവ് ഉപയോഗിച്ചല്ലോ. വരും രാത്രി സെഷനിൽ ദൈവാത്മാവ് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തരകൻ അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുടാസിലേക്ക് ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും അവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി, ദൈവാസുരന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ ഹൃദ്യമായി ഇന്ന് പകൽക്കാലവും ഞങ്ങളോട് സംസാരിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജയോത്സവമായി ഓരോ ദിവസവും നമ്മെ നടത്തുന്ന കർത്താവ്, ഹല്ലേലൂയ. ഏത് വിഷയങ്ങളിൽ ഏതെല്ലാം കഷ്ടതയോ ഭാരങ്ങളോ പ്രയാസങ്ങളോ കടന്നു വന്നാലും അതിൻ്റെ നടുവിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗ്ഗം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി അവിടുത്തെ അഭിഷേകത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവീ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിപ്പാൻ, പാപത്തെ ജയിപ്പാൻ, അന്ധകാര ശക്തികളെ ജയിപ്പാനുള്ള കൃപ ധാരാളമായി ഞങ്ങൾക്ക് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ പകൽക്കാലങ്ങളിലും സന്താപത്തിൻ്റെ രാത്രികാലങ്ങളിലും ഒരുപോലെ കർത്താവിനെ സ്തുതിപ്പാൻ അവിടുത്തെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ വെളിപ്പാടുള്ളവരായി മുന്നേറുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ. എല്ലാ കഷ്ടങ്ങളിലും സഹനത്തോടെ ആയിരിക്കാൻ, സഹിഷ്ണുതയും സഹിഷ്ണുതയും പ്രത്യാശയും ഉളവാക്കുന്നതെന്നറിഞ്ഞ പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ജീവനുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ, ഭാഗ്യകരമായ പ്രത്യാശയോടെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമേ. സ്വർഗീയമായ പ്രത്യാശയോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ കൊണ്ട് ആരും തകർന്നു പോകുവാനിടയാകാതെ, ക്ഷീണിച്ചു പോകുവാനിടയാകാതെ ജയോത്സവമായി മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടതകൾ വന്നെങ്കിലും അതെല്ലാം ജയോത്സവമായി നടന്ന ആ ഒരു അനുഭവത്തിലേക്ക് നടത്തപ്പെട്ടതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ, രോഗമോ ദുഃഖമോ പ്രയാസങ്ങളോ ആയിരുന്നാലും അതിന് നടുവിൽ ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ, ഐക്യതയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗ്ഗം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. തലമുറയ്ക്ക് എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പിടിപ്പിക്കണമേ. ഓരോ കുടുംബങ്ങളിലും ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ മഞ്ഞമഴ അയക്കണമേ. വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. ഈ അവസരം ശക്തമായി വീണ്ടും ഉപയോഗിക്കുമാറാകണം. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതുപോലെ കർത്താവേ, അത് കേൾക്കുവാൻ, അത് ശ്രദ്ധയോടെ കരുതുവാൻ തക്കവണ്ണം, നിത്യതയുടെ വെളിപ്പാടിൽ മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗം എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും കടന്നു പോകാം. നാളെ പകലും രാത്രിയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റൂയി ഉമ്മൻ ആലപ്പുഴ നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. ഇന്ന് 1:30 മണിയാകുമ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. 2:30 വരെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. വൈകിട്ട് കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെന്നി സാമുവൽ അവറുകൾ നമ്മുടെ മധ്യേ രാത്രിയിൽ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.